ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون صدق الله. എത്തിക്കാഫിന്റെ നെയ്യത്ത് വെക്കാൻ മറന്നിട്ടുള്ളവര് നവൈത്തുൽ എത്തിക്കാഫ് ബി ഹാദൽ മസ്ജിദി എന്ന് കരുതുക. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധമായ റമളാനിൽ അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ഞങ്ങളിവിടെ ഇരിക്കുന്നു എന്നും മനസ്സിൽ കരുതുക. അപ്പോൾ നമ്മളുടെ ഇരുത്തം നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇതുപോലെ ഇനി ഒരു 10-200 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ലായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തിലേക്ക് അതിൻ്റെ കൂലി എത്തും. അള്ളാഹു അപ്രകാരമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇൽമിൻ്റെ സദസ്സിൽ ഒരല്പസമയം ഇരിക്കുക എന്നുള്ളത് വലിയ അമലായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരല്പസമയത്തെ ഇൽമ് പഠനം പഠിപ്പിക്കൽ എല്ലാം ഏറ്റവും വലുതാണ്. കാരണം ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനവും ഏറ്റവും വലിയ സ്ഥാനമുള്ളതും ഇൽമിനാണ്. ഇൽമ് പഠിക്കുന്നതിനുമുള്ള ആ ഒരു സീറ്റ് വേറെ ഒന്നിനുമില്ല എന്ന് സഹിഹായ ഹദീസ് കൊണ്ട് എല്ലാവരും പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ അഫ്ദലുൽ അഅ്മാല് ഏതാണെന്ന് ചോദിച്ചാൽ അതെന്ത് ചെയ്യുന്നുണ്ട്? പറന്ന നിസ്കാരങ്ങൾക്കും പറന്ന നോമ്പിന് ശേഷം പഠനവും പഠിപ്പിക്കലുമാണ്. ഇൽമു കൊണ്ട് ജോലിയാകലുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പണ്ട് കാലത്ത്, ഇന്നിപ്പോൾ നമ്മളെ സൗകര്യത്തിനാണ് നമ്മൾ ഈ ദർസൊക്കെ ഈ ലീവാക്കലും ഇതൊക്കെ കുട്ടികളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. അല്ലെങ്കിൽ പണ്ട് കാലത്തൊന്നും ദർസിന് ലീവൊന്നുമില്ല. ഏത് കിതാബ് എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ എഴുതി പൂർത്തിയാക്കി അതിനകത്തുനിന്ന് ഇമാമിങ്ങൾ വിരമിച്ചത് ഏറ്റവും നല്ല ദിവസമാകുന്ന റമളാന്റെ അവസാനത്തെ ദിവസവും അവസാന വെള്ളിയാഴ്ച ദിവസമൊക്കെയാണ് എന്ന് കാണാം. അപ്പോൾ അവർക്കൊക്കെ റമളാൻ മാസത്തിൽ ഈ പണി കിതാബ് എഴുത്തും ഖുർആൻ ഓത്തും പഠിക്കലും ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സൂറത്തുൽ ബഖറ എന്ന് പറയുന്ന ഈ സൂറത്തിന് അങ്ങനെയൊക്കെ ഒരു പേര് വെക്കാനുണ്ടായ കാരണങ്ങളൊക്കെ ഉണ്ട്. ആ കാരണങ്ങളെല്ലാം സത്യത്തിൽ ഈ സൂറത്തിനകത്ത് ആ ഭാഗം വരുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ഉണ്ടാവാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ബനി ഇസ്രയേലിൽപ്പെട്ട ഒരു ആളെ കൊല്ലപ്പെട്ടു. കൊന്നപ്പോ ഇയാളുടെ കൊലപാതകം നടന്നിട്ടുണ്ട്, ആള് ചത്തു കിടപ്പുണ്ട്, ആരാ കൊന്നേന്നറിയില്ല. ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അന്ന് ഇതിനെക്കുറിച്ച് വലിയ വിവാദമായി മൂസാ നബി ഉള്ള കാലമാണ്. മൂസാ നബിയുടെ അടുത്ത് വന്ന് ഇവരോട് പറഞ്ഞു,
ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിനൊരു പരിഹാരം ഉണ്ടാക്കണമോ? അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ, എന്താ അതിന് പരിഹാരം, ആരാ കൊന്ന്? അപ്പോൾ അള്ളാഹു താലാക്ക് അറിയായിട്ടല്ല, അള്ളാഹ് ഓരോന്നിനും ഓരോ കാരണം ഉണ്ടാക്കുന്ന ഒരാളാണ്. മഴ പെയ്യാനായിട്ട് ഇവിടെ മേഘവും കാറും ഒക്കെ ഉണ്ടാക്കുക, അത് മഴ പെയ്യാനായിട്ട് എന്ത് ചെയ്യുക, മരം കാരണമാക്കുക, മഴ പെയ്യാനായിട്ട് പലതും പലതും കാരണമാക്കുക എന്നതുപോലെ ഓരോന്നിനും ഓരോ കാരണങ്ങൾ. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രോഗം അല്ലെങ്കിൽ മറ്റൊരു വിഷയം, അതിന് ഇന്നതാണ് കാരണം എന്ന് പറയുന്നു എന്ന് മാത്രം. ആ കാരണം കൊണ്ടാവുന്ന ഉണ്ടായിക്കൊള്ളുന്നൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അള്ളാഹു താലയോട് ചോദിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഒരു പശുവിനെ അറുത്ത് ആ പശുവിൻ്റെ കൈപ്പലയെടുത്ത് ഈ മരിച്ചു കിടക്കുന്ന ആളെ അടിച്ചാൽ അയാൾ എണീറ്റ് ഇരുന്നിട്ട് ആരാണ് അയാൾ കൊന്നതെന്ന് പറഞ്ഞു തരും. ഇതാണ് സംഭവം. ഈ സംഭവം ഇതിനകത്ത് പറയുന്നത്. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ അതിനകത്ത് കുടുങ്ങി. ഇനി നമുക്ക് വിഷയങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ ഉടനെ ഇവർ ഏത് പശുവിനെ ഇറക്കേണ്ടതായി മൂസാ നബിയോട്. അപ്പോൾ അള്ളാഹു തആലയോട് മൂസാ നബിയുടെ ചോദ്യമായി. ചോദിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞത്, അത് അങ്ങനത്തെ പശുവാണ്, ഇങ്ങനത്തെ പശുവാണ്, ഉഴുകാത്ത, ജോലിയെടുക്കാത്ത, ക്ഷീണിക്കാത്ത, തടിച്ചു കൊഴുത്ത, ചുവന്ന നിറമുള്ള, ഒരൊറ്റ കളറും ഇല്ലാത്ത, വേറെ ഒരു ചെറിയ കലർപ്പ് പോലും വരാത്ത, ഇങ്ങനെ തുടങ്ങി ധാരാളം വിശേഷങ്ങൾ അവർ പറഞ്ഞു. ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവര് ഇൻഷാ അള്ളാഹ് എന്ന് ചോദിച്ചതിൻ്റെ ഇടക്കോടൊരു ചെറിയ ഇത്, ഇൻഷാ അള്ളാഹു മുഹ്തദൂൻ എന്നവർ പറഞ്ഞു. പടച്ചവൻ ഉദ്ദേശം ഞങ്ങൾ എങ്ങനെയും കണ്ടെത്തും. ആ ഒരു ഇൻഷാ അള്ളാഹ് പറഞ്ഞതിന്റെ ബർക്കത്തുകൊണ്ട് അവർക്ക് ആ പശുവിനെ കിട്ടി. ആ പശുവിനെ അവർ അറുത്തു. ഇങ്ങനെ അറുത്ത് ആ പശുവിൻ്റെ എന്ത് ചെയ്തു, കൈപ്പല എടുത്തു. അതിനു വേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങളൊക്കെ ഇതിനകത്ത് പറയേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒത്തിരി അധികം പണം വേണ്ടി വന്നു അതിന്, ആ പശുവിനെ കിട്ടാൻ. അങ്ങനെ ഈ സംഭവം ഉണ്ടായി. ആ സംഭവം ഇതിനകത്ത് വിശദീകരിക്കുന്നു. ഇതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ബഖറ എന്ന് പേര് വെക്കാനുണ്ടായ കാരണം. അപ്പൊ അതിന്റെ സബബ് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് സംഭവം വരുമ്പോൾ അത് വിശദമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പേരിങ്ങനെ വെച്ചതിനുള്ള കാരണം അതാണ്. ഇങ്ങനെ ഓരോ സൂറത്തുകൾക്കും ഓരോ പേര് വെക്കാൻ അതിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ കഹഫ് സൂറത്തിന് അങ്ങനെ പേര് വെച്ചത്, അന്ന് ഗുഹയിൽ പോയി അഭയം പ്രാപിച്ച 7 ഇഞ്ചീൽ കൊണ്ട് വിശ്വസിച്ച ഏകദൈവ വിശ്വാസികളുടെ ചരിത്രം, ഔലിയാക്കളുടെ ചരിത്രം അതിനകത്ത് പറയുന്നത് കൊണ്ടാണ് സൂറത്തുൽ കഹഫ് എന്ന് പേര് വെച്ചത്. എന്നതുപോലെ ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. എന്തായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, അഥവാ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവരും പിന്നെ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവരുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇതിനെ ഞാൻ ആരംഭിക്കുന്നു. അലിഫ് ലാം മീം എന്നതിൻ്റെ ഖിറാഅത്തിൽ ലാമിൻ്റെ മുകളിലൊരു വര കൊടുത്തിട്ടുണ്ട്, മീമിൻ്റെ മുകളിലൊരു വര കൊടുത്തിട്ടുണ്ട്. ഇതിന് സാധാരണഗതിയിൽ അതിന് മദ് നീട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നീട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ അലിഫ് ലാം മീം എന്നിങ്ങനെ നീട്ടി ഓതുക. ഒരു അലിഫ് ലാം മീം എന്ന് ഓതരുത്. അങ്ങനെ ഓതുന്നത് തെറ്റായ ഓത്താണ്. അലിഫ് ലാം മീം എന്നിങ്ങനെ. ദാലിക്കൽ കിതാബു, അത് കിതാബാവുന്നു. അത് എന്ന് പറയാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ, ഖുർആനിനെ സംബന്ധിച്ച് അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെ അത് കിതാബാവുന്നു. സാധാരണ ദാലിക്ക എന്നുള്ള ഇഷാറത്തിന്റെ ഇസ്മു എന്ന് പറയും. അഥവാ ദൂരത്തുള്ള കാര്യത്തിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടി അറബി ഭാഷയിൽ പ്രയോഗിക്കുന്ന പദമാണ് ദാലിക്ക എന്നുള്ളത്. ഹാദാ എന്നുള്ളത് അടുത്തുള്ള കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന പദമാണ്. അപ്പൊ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ അത് കിതാബാവുന്നു എന്ന് പറഞ്ഞാൽ, ഒന്നിരിക്കെ ഖുർആനിനെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹം എന്ന് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആളെ പറയുന്നത് പോലെ ബഹുമാനിച്ചുകൊണ്ടാണ് ആ പദപ്രയോഗം നടത്തിയത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇറക്കിത്തരുമെന്ന് അന്ന് തൗറാത്തിലും ഇഞ്ചീലിലും എല്ലാം നിങ്ങളോട് മുന്നറിയിപ്പ് നൽകപ്പെട്ട ആ കിതാബ് ഈ കിതാബാവുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടും ആവാം അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അന്ന് തൗറാത്തിലും ഇഞ്ചീലിലും എല്ലാം നിങ്ങൾക്ക് കിതാബ് വരുമെന്നും ആ കിതാബ് വന്നാൽ പിന്നീട് മറ്റ് തൗറാത്തിനോ ഇഞ്ചീലിനോ സബൂറിനോ ഇവിടെ യാതൊരുവിധ ഇതുമില്ലെന്നും അതിന് മൂല്യമില്ലെന്നും പറഞ്ഞിട്ടുള്ള ആ കിതാബ് ഇതാവുന്നു. ആ കിതാബ് ദാലിക്ക, ആ പറയപ്പെട്ട കിതാബാവുന്ന ഈ കിതാബാണ്. ലാ റൈബ ഫീഹി, അതിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ ധാരാളം പേർക്ക് സംശയമുണ്ട്. 800 കോടി ജനങ്ങൾ ഇവിടെ ഉള്ളതിൽ
അതിനകത്ത് 250-300 കോടിയെ നമ്മളുള്ളൂ. ബാക്കി 500 കോടിക്ക് ഇപ്പോഴും സംശയം തന്നെയാണ്. ഈ 800 കോടി എന്ന് പറയുന്നത് നമുക്കും ചിലപ്പോഴൊക്കെ ചില സംശയമൊക്കെ തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞൊക്കെ നടക്കുമോ, അത് അവർ ഈ കാലത്ത് ജീവിക്കേണ്ടവരല്ല, അല്ലെങ്കിൽ ആ പറയുന്നവർക്ക് വിവരമില്ല എന്നൊക്കെ മനസ്സിലാക്കിയ ഒരു സമൂഹമാണ്. നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞാൽ അപ്പം അത് കളവായില്ലേ എന്ന് മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാവും. പക്ഷേ ലാ റൈബ എന്ന പദപ്രയോഗം നടത്തിയാൽ ലാ കൊണ്ടിട്ട് ജിൻസിന്റെ ഇസ്മാണ് ലാ, റൈബ് എന്നുള്ളത് നെക്രയുടെ ഇസ്മാണ് എന്ന് പറയും. അറബി ഭാഷ വ്യാകരണം അനുസരിച്ച് അതാണ്. അങ്ങനെ നെക്രയുടെ ഇസ്മിനെ ജിൻസിന്റെ ലാ കൊണ്ട് നഫി ചെയ്താൽ ഒരു വിധത്തിലുള്ള സംശയങ്ങളും ഇല്ല എന്നാണ് അതിനർത്ഥം പറഞ്ഞത്. ലാ റൈബ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള സംശയങ്ങളും ഇതിനകത്തില്ല. അപ്പോൾ ഈ ഒരു വിധത്തിലുള്ള സംശയം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ഇപ്പൊ ഈ ലോകത്ത് എല്ലാവർക്കും സംശയമാണ്. 800 കോടിയിൽ 500 സിസ്റ്റം വരുന്ന കോടി ആൾക്കും ഇത് തന്നെ സംശയം തന്നെയാണ്. മുസ്ലിമീങ്ങളായി വന്നവർക്കും സംശയം തന്നെയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അർത്ഥം ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞാൽ നിഷ്കളങ്ക മനസ്സോടെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കും ഈ ഖുർആനിൽ പറയപ്പെട്ട കാര്യങ്ങളിൽ ഒരു സംശയവും ഉണ്ടാവില്ല. കളങ്കമില്ലാത്ത മനസ്സ്, നിഷ്പക്ഷ മനസ്സ്, അവനക്ക് ഒരു പക്ഷവുമില്ല. അവൻ പറയുന്ന ഏതെങ്കിലും ഒരു പക്ഷത്തെക്കുറിച്ച് ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കപ്പെടുന്നത് ഫിത്രത്തിന്റെ മേലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനും മതവും അനുസരിച്ച്, ശരീഅത്ത് നിയമം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പിന്നെ ഇന്നമാ യുഹവ്വിദാനുഹു വയുനസ്സിറാനുഹു അബവാഹു, അവനെ ജൂതനും ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നത് അവന്റെ പിതാക്കളാണ്. അപ്പോ ഒരു കുട്ടിയെ മതം മാറ്റുന്നത് അതിനകത്ത് പിതാവിന് ബന്ധമുണ്ട്, മാതാവിന് ബന്ധമുണ്ട്. പിതാക്കളും മാതാക്കളും എന്ത് മതമാണോ ആ മതം അനുസരിച്ച് കുട്ടികളും പോകുന്നു എന്നതിൽ കവിഞ്ഞ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ നിഷ്പക്ഷമായി പറഞ്ഞു വിട്ടാൽ ആ കുട്ടി ആരും നിയന്ത്രിക്കാനില്ലെങ്കിൽ ഇസ്ലാം കണ്ടെത്തും. അതിന് ധാരാളം തെളിവുകളുണ്ട്. ഒന്ന് മൈക്കൽ ജാക്സൺ തെളിവാണ്. ഇവിടുത്തെ വലിയ പോപ്പ് ഗായകനായിരുന്നു. അയാൾ ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, സത്യത്തിൽ എന്നെ മുസ്ലിം മശാനത്തിൽ കബറടക്കമെന്ന അയാളുടെ അന്തിമോ അഭിലാഷം ഇന്നും നടപ്പാക്കപ്പെടാതെ സെമിത്തേരിയിലാണ് അയാളെ കബറടക്കിയിട്ടുള്ളത്. മൈക്കൽ ജാക്സൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ബോംബെയിലൊക്കെ വന്നിരുന്നു. അയാൾ ഭയങ്കര പാട്ടുകാരനും പോപ്പ് ഗായകനാണ്. ആ ഗായകന്റെ ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്, സഹസ് മൊത്തം ആടുന്ന ഗായകനായിരുന്നു അയാൾ. അപ്പൊ അയാൾ എന്ത് ചെയ്ത് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതേപോലെ മൈക്കൽ ടൈസൺ ഇടിക്കൂട്ടിലെ ഏറ്റവും വലിയ ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു, ലോക ചാമ്പ്യനായിരുന്നു. ലാസ്റ്റ് ഇടിച്ച് ഒരുത്തന്നെ ചെവി പിടിച്ച് പറിച്ച് തിന്നിട്ടാണ് അയാളെ ആ സ്ഥാനത്ത് നിന്ന് പുറത്തേക്കാക്കിയത്. ഇദ്ദേഹവും ഇസ്ലാം മതം സ്വീകരിച്ചെന്ന് മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത്. ഇതിനു മുമ്പ് മുഹമ്മദ് അലി ക്ലേ, ഈ ക്ലേ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാലഘട്ടം അയാൾക്ക് മറ്റേ ക്രിസ്തീയ ഇതിനോടൊപ്പം ക്ലേ എന്ന പേരാണ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അയാൾ മുഹമ്മദ് അലി ക്ലേ ആയി മാറിയതാണ്. ഈ ക്ലേ എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്കക്കാരനാണ്. അയാൾ സത്യത്തിൽ ഒരിക്കൽ നമ്മൾ എറണാകുളത്ത് ഞാൻ എന്ത് ചെയ്യുക, പൊന്നുരുത്തി ഉസ്താദിൻ്റെ നമ്മളോട് കൊണ്ടുവരാൻ വേണ്ടി ദർസ് വാർഷികത്തിന് വെച്ച് ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് മേനകയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പുസ്തകം വായിക്കാൻ പോകുന്ന ഒരു പരിപാടി നമുക്കുണ്ടാകും, ലൈബ്രറി അന്വേഷിച്ച്. അങ്ങനെ പോയി എന്ത് ചെയ്തു, ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ മേനകയിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, മൈക്കൽ ടൈസൺ വരുന്നതാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ എന്ത് ചെയ്തു, വരുന്നതാണെന്ന് പറഞ്ഞ് വലിയ ഇടിയും ബഹളവും ഒച്ചയും ഏതാണ്ടൊക്കെ സിംഹം ഒച്ച ഉണ്ടാക്കണമാതിരി ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് ഒരു ആൾക്കാരൊക്കെ നേരെ ഓടുന്നുണ്ട്. ഈ മനുഷ്യൻ അന്ന് ക്രിസ്ത്യാനിയാണ്. പിന്നീട് അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ആ ഇസ്ലാം മതത്തിന് വേണ്ടി അയാൾ എന്ത് ചെയ്ത് പ്രവർത്തിച്ച് പിന്നെ കൾച്ചർ സെന്റർ ഉണ്ടാക്കുകയും അങ്ങനെ എന്ത് ചെയ്യാൻ ന്യൂയോർക്കിൽ നിന്ന് ഇസ്ലാമിക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രബോധനത്തിന്റെ എല്ലാവിധ ഇതുകളും അയാളുടെ കേന്ദ്രമാക്കിയിട്ട് നടക്കുന്നുണ്ട്. അയാളുടെ മകൾ ഇപ്പോഴും ഉണ്ട്, അലി ക്ലേ എന്ന് പറയുന്ന ഒരു പെണ്ണ്. അവരും അതിപ്പോൾ ഇസ്ലാമികമായ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരൊന്നും അല്ല, എന്നാലും അവർ ഇടി കൂടാനും ബഹളത്തിനൊക്കെ നടക്കുന്നതാണ്. റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇടി കൂടാൻ നടക്കാതെ ഇടി അഭിനയിക്കുക, അങ്ങനത്തെ റെസ്ലിംഗ് ചാമ്പ്യനായിട്ട് നടക്കുന്ന ഒരു പെണ്ണാണ് ഇപ്പോൾ അയാളുടെ മോള്. അപ്പൊ ഇവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന് ശേഷവും പിന്നീട് പല ആളുകളും ഇതേപോലെ നമ്മൾ ചിന്തിച്ചാൽ ഈ മൈക്കൽ ടൈസൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം മതം സ്വീകരിച്ചതിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അയാളുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ, ഈ മുഹമ്മദ് അലി ക്ലയുടെ ജീവിതം പരിശോധിച്ചാൽ, ഇങ്ങനത്തെ ഈ വ്യക്തികളുടെ ഒക്കെ ജീവിതം പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ ചരിത്രവും ആത്മകഥയും വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് ഇവർ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളാണ്. ഇവർ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടാണ്. ഈ മൈക്കൽ ടൈസന്റെ ചരിത്രത്തിൽ തന്നെ ഉള്ളത്, അയാളെ 3-4-5 വയസ്സുള്ളപ്പോൾ മാതാവ് കൊണ്ടുവന്ന് തെരുവിൽ ഒഴിവാക്കിയിട്ടിട്ട് പോയതാണ്. മാതാവ് വേറെ ആരുടെ ഒപ്പം പോയി, പിതാവ് വേറെ ആരുടെ ഒപ്പം പോയി. ലാസ്റ്റ് ഇയാൾക്കൊന്നും ഇല്ലാണ്ടായി. ഇങ്ങനെ ഒരു സാഹചര്യം നേരിട്ടപ്പോൾ അയാൾ എന്ത് ചെയ്തു, ജീവിക്കാൻ വേണ്ടി തെരുവിലൂടെ നടന്ന് പിരിവും മറ്റൊക്കെ നടത്തി പല ആക്രിയും പറക്കി കൊണ്ടുപോയി വിറ്റ് റൊട്ടിയും എന്തെങ്കിലും എന്ത് ചെയ്യുക, ചെറിയ കറിയും മേടിച്ചു കൊണ്ടുവന്ന്
കഴിക്കാൻ വേണ്ടി വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ചട്ടമ്പികളായ തെരുവിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഇയാളെ വന്ന് തല്ലി അത് മേടിച്ചുകൊണ്ട് പോകും, ഇയാൾ പട്ടിണി കിടക്കണം. ഇങ്ങനെ എന്ത് ചെയ്തു 3-4 ദിവസമായപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്തു, വലിയ വിഷമമായി. ഇയാൾ ഇങ്ങനെ കരഞ്ഞ് ജീവിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുമില്ല. ഇവരിങ്ങനെ ആക്രമിക്കുക, അവരെ എതിർക്കാനും അധികാരം കഴിവില്ലാതെ വന്നപ്പോൾ ഒരു ദിവസം ഒരു റൊട്ടി മേടിച്ച് അവിടെ നിന്ന് ഒരു ഇരുമ്പിന്റെ കമ്പി എടുത്തുകൊണ്ടു. ഈ റൊട്ടി തട്ടിപ്പറിക്കാൻ വന്നവരെ ഇരുമ്പിന്റെ കമ്പി വെച്ച് അടിച്ചങ്ങ് വീഴ്ത്തി. ഒരാൾ വീണപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ ഓടി. അപ്പൊ ഇയാൾ മനസ്സിലാക്കി പ്രതിരോധത്തിന് കഴിവുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, നമ്മളെ ആക്രമിക്കാൻ ആരും വരില്ല. ഇങ്ങനെ ഇയാൾ ഈ ഒരു കമ്പിയുമായി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നടക്കുന്നതായിട്ട് കണ്ട് ഒരിക്കൽ ഈ റെസ്ലിംഗ് അഥവാ ബോക്സിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, പരിശീലിപ്പിക്കുന്ന ഒരു കലാലയത്തിന്റെ ഭാഗത്തോടെ ഇയാൾ നടന്നു പോയപ്പോൾ അവിടെ വലിയ ശബ്ദമൊക്കെ കേട്ട് അതിന്റെ ഭാഗത്തൊക്കെ പോയി എന്താണ് സംഭവം എന്ന് നോക്കുന്ന കണ്ടപ്പോൾ അവിടുത്തെ ആശാൻ ഇങ്ങോട്ട് പുറത്തു വന്ന് എന്താ അവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നുമില്ല, ഇവിടെ എന്തെങ്കിലും ശബ്ദം കേട്ടിട്ട് വന്നാ, നീ ആരാ എന്താ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ മൂപ്പര് വർത്താനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ ഈ ഇരുമ്പ് വടിയൊക്കെ ആയിട്ട് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിൽ ഇതെല്ലാം വിവരിച്ചു കഴിഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു ഇതിന് വടിയൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെ ആളെ ഇടിച്ചു വീഴ്ത്താൻ പറ്റുന്ന പണിയാണ് അവിടെ പഠിപ്പിക്കുന്നത്, നിനക്ക് അതിനകത്ത് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. താല്പര്യമുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് അതിനുള്ള സാമ്പത്തികവും കഴിവോ ഒന്നുമില്ല, ഞാനൊരു ആരുമില്ലാത്ത അനാഥയാണ്. അങ്ങനെ ഈ ആശാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ ഇവിടെ കയറി പഠിച്ചോ, നീ ഇന്ന് പോലെ എൻ്റെ പുത്രനാണ് എന്നും പറഞ്ഞ് ആശാൻ പഠിപ്പിച്ചതാണ് ഇയാൾ ബോക്സിങ്. അങ്ങനെ പഠിച്ചാണ് ഇയാൾ എന്ത് ചെയ്യും ലോക ചാമ്പ്യൻ ആയത്, ഇടി തുടങ്ങിയത്. അപ്പൊ അയാളും ഇസ്ലാം മതം സ്വീകരിച്ചു. ഈ പറയുന്ന മുഹമ്മദ് അലി കളയുടെയും ചരിത്രം പരിശോധിച്ചതാണ്, മൈക്കിൾ ജാക്സന്റെ ചരിത്രം പരിശോധിച്ചതാണ്. അങ്ങനെ നോക്കിയിട്ട് ഈ മാതാപിതാക്കളുടെ നിയന്ത്രണമില്ലാതെ വന്നിരുന്ന എത്രയോ ആളുകൾ എന്ത് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇവിടെ കമലാ സുരയ്യയ്ക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവസ്ഥ. കമലാ സുരയ്യ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അവരെ ഈ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്കും നിയന്ത്രണം മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് നേരിട്ടിട്ടില്ല. അപ്പോ ഈ പറഞ്ഞ ഹദീസ് സത്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്, അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കുട്ടി അവനെ നിഷ്കളങ്കമായി വിട്ടാൽ അവൻ ഇസ്ലാമെ തിരഞ്ഞെടുക്കുള്ളൂ മതമായിട്ട്, അതിവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 2, 3, 4 ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ 100 കണക്കിന് ചരിത്രങ്ങൾ ഈ വിഷയത്തിൽ ലോകത്ത് സാക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞാൽ സ്വന്തമായി യാതൊരു തീരുമാനവും ഇല്ലാതെ നിഷ്കളങ്ക മനസ്സോടെ ഖുർആനിൽ ആലോചിക്കുന്നവർക്ക് ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന വിഷയത്തിൽ യാതൊരുവിധ സംശയങ്ങളും ഉണ്ടാവില്ല എന്നാണ് അതിനർത്ഥം. പിന്നെ അവിടെ റൈബിന്റെ അവിടെ ഒരു 3 പുള്ളി മുകളിലിട്ടിട്ടുണ്ട്, ഫീഹിയുടെ അവിടെയും 3 പുള്ളി മുകളിലിട്ടിട്ടുണ്ട്. ഈ ഇട്ടേക്കണതിന്റെ അർത്ഥം റൈബ് എന്ന് പറഞ്ഞോടത്തിൽ ഒരാൾ നിർത്തുകയാണ്, ഉദാഹരണം ദാലിക്കൽ കിതാബു ലാ റൈബ് എന്ന് നിർത്താം, എന്നിട്ട് ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ എന്ന് ഓതാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലാ റൈബിൽ നിർത്തിയാൽ ഇപ്പുറത്ത് നിർത്താൻ പാടില്ല, ലാ റൈബ് എന്നവിടെ നിർത്തിയാൽ പിന്നെ ഫീഹിയിൽ നിർത്താൻ പാടില്ല, രണ്ടാലൊരു സ്ഥലത്തെ നിർത്താൻ പാടുള്ളൂ എന്നാണ് അങ്ങനെ അടയാളം ഇട്ടതിന്റെ അർത്ഥം. രണ്ടാലൊരു സ്ഥലത്ത് ഒന്നിരിക്കെ ദാലിക്കൽ കിതാബു ലാ റൈബ് എന്നവിടെ നിർത്താം, എന്നിട്ട് ഫീഹി ഹുദൻ ലിന്നാസി എന്ന് ഓതുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലാ റൈബ ഫീഹി എന്ന് ഓതുക. രണ്ടാലൊരു സ്ഥലത്തെ നിർത്താവൂ, എല്ലാ സ്ഥലത്തും നിർത്താൻ പാടില്ല എന്നാണ് ഈ 3 പുള്ളി ഇടുന്നതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയിരിക്കുക. എല്ലായിടത്തേക്കുള്ളതാണ് അത്, ഇവിടത്തേക്ക് മാത്രമല്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഇത് ഹുദൻ ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സന്മാർഗമാണ് ഖുർആൻ. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സന്മാർഗമാണ്. എങ്ങോട്ട് മാർഗം? മാർഗദർശനം നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മാർഗദർശനം നൽകുന്നതാണ്. അള്ളാഹുവിനെ നമുക്ക് കണ്ടുമുട്ടണം, സ്വർഗം ലഭിക്കണം, ഇതിനു വേണ്ടിയാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഈ കഷ്ടപ്പെട്ട് നോക്കുകയും. ഈ കഷ്ടപ്പെട്ട് ഇതെന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് എത്തണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. നിയമം നമുക്ക് പാടാണ്, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ബനി ഇസ്രായേലരെ പറഞ്ഞു. കാരണം അവരോട് എന്ത് ചെയ്തു, അവരുടെ മതത്തിനനുസരിച്ച് നിയമം എന്തായിരുന്നു, അവരോട് പറഞ്ഞതിനനുസരിച്ച് ഇവര് നമുക്കിന്ന് അങ്ങനത്തെ ഇറങ്ങാറൊന്നുമില്ല. ഇവർക്ക് എവിടെയെങ്കിലും നജസായ അത്രയും സ്ഥലം മുറിച്ചു കളയണമായിരുന്നു. ഇതായിരുന്നു നിയമം. അവരെന്ത് ചെയ്യുന്നത്, ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഒരു കത്തിയൊക്കെ ആയിട്ട് പോകേണ്ടിയിരുന്നു. കാരണം എന്താ, അവിടെ ചെന്ന നജസായ സ്ഥലം ഇതുകൊണ്ട് കണ്ടിച്ചാൽ കളയണം. ഇത്രയും വലിയ കഠിന നിയമമായിരുന്നു ആർക്ക്? ബനി ഇസ്രായേൽ. അങ്ങനെ വന്നപ്പോഴാണ് അവർ കുറെ കാലമൊക്കെ അത് കൊണ്ടു നടക്കും. അത് ആദ്യം വന്നപ്പോൾ അത് സ്വീകരിച്ചിട്ടില്ല, അതൊക്കെ ഇതിനകത്ത് വരും. ആ സ്വീകരിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു, ലാസ്റ്റ് അള്ളാഹു തആല ഇന്ന് നമ്മൾ നടക്കുന്ന തൂരിസീന പർവ്വതമല്ലേ, ജിബ്രീൽ അലൈഹി സ്വലാം വന്ന ആ പർവ്വതം എടുത്തിട്ട് ഇവരെ മേലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സ്വീകരിക്കോ ഇല്ലെങ്കിൽ ഇപ്പൊ ഇട്ട് ഇതിനകത്ത് മൂടിക്കളയെന്ന് പറഞ്ഞവര്. അങ്ങനെ എന്ത് ചെയ്തവർ സ്വീകരിച്ചതാണ് തൗറാത്ത് സത്യത്തിൽ. അപ്പൊ അങ്ങനെ വലിയ കഠിന നിയമം അവർക്ക് അള്ളാഹു തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ആ നിയമങ്ങളൊക്കെ പാലിച്ചു പോകാൻ അവർക്ക് വിഷമമുണ്ടായി. എന്നതുപോലെയുള്ള കഠിന നിയമമൊന്നും നമുക്കില്ല. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിച്ചാൽ മതി. സുജൂദ് അതിൻ്റെ രൂപത്തിൽ ചെയ്യാൻ പറ്റാത്തവൻ ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും ആംഗ്യം കാണിച്ചാൽ മതി, അല്ലെങ്കിൽ നിന്നിട്ട് ആംഗ്യം കാണിച്ചാൽ മതി, കിടന്നിട്ട് ആംഗ്യം കാണിച്ചാൽ മതി. നോമ്പ് നോക്കാൻ ഒരു കാലത്തും അവന് കഴിയില്ല എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ ശരിക്ക് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ രോഗം അങ്ങനെയാണ്, നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാത്തതാണ് എന്ന് വിദഗ്ധനായതും മുസ്ലിമായതും നീതിമാനായതുമായ 2 ഡോക്ടർമാർ സാക്ഷ്യപത്രം നമുക്ക് തന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ നോമ്പ് നോക്കാൻ പറ്റില്ല, നോമ്പ് നോറ്റാൽ നിങ്ങളുടെ ജീവന്റെ അപകടത്തിലാണ് എന്ന് വന്നാൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കി ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസത്തിന് ഓരോ മുദ്ദ് 600 ഗ്രാം ഭക്ഷണം അരി സദഖ ചെയ്തുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോമ്പ് ഒഴിവാക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഇങ്കുന്തും മറല ഔവല സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങൾ രോഗിയാവുകയോ നിങ്ങൾക്ക് നീണ്ടൊരു യാത്ര പോകേണ്ടി വരികയോ ആ യാത്രയിൽ നോമ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ നിങ്ങൾക്ക് തൽക്കാലം നോമ്പ് ഒഴിവാക്കാം. ഒഴിവാക്കിയിട്ട് പിന്നെ മറ്റൊരിക്കൽ നിങ്ങൾ ഖളാ വീട്ടിയാൽ മതി. നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്നു, ഒരു നീണ്ട യാത്ര ആവശ്യം വന്നു, ഈ യാത്രയിൽ നോമ്പുകാരനായി നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല, ഇങ്ങനത്തെ ഒരു സാഹചര്യം നേരിട്ടാൽ നോമ്പ് ഒഴിവാക്കാം, പിന്നെ ഖളാ വീട്ടിയാൽ മതി. ഒരാൾക്കൊരു രോഗം വന്നു, രോഗത്തോടൊപ്പം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല, കടുത്ത പനിയാണ്, അല്ലെങ്കിൽ അതുപോലത്തെ അസുഖമാണ്, വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അയാൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ഈ ഒരു അവസ്ഥ വന്നാൽ നോമ്പ് ഒഴിവാക്കിയിട്ട് പിന്നെ ഖളാ വീട്ടിയാൽ മതി. ഇതൊക്കെയും ഇസ്ലാം വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, എല്ലാ സാഹചര്യങ്ങളുമുണ്ട്, പക്ഷെ ആരോഗ്യമില്ല, എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരാളെ പകരം വിട്ട് ഹജ്ജ് ചെയ്യിപ്പിച്ചാൽ മതി. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം നിയമങ്ങളുണ്ടോ ആ നിയമത്തിലൊക്കെ വളരെ വിട്ടുവീഴ്ച മനോഭാവത്തോടെയാണ് ഇസ്ലാം പെരുമാറിയിട്ടുള്ളത്. എത്രത്തോളം നല്ലൊരു മഴ വന്നു, ഇസ്ലാമിന്റെ ഇത് പറയാം, മഴ വന്നു കഴിഞ്ഞിട്ട് മഴയും കാറ്റും രാത്രിയിൽ മഴയും കാറ്റും ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ട, ജമാഅത്തിന് പോകരുതെന്നാ, പോകണ്ട. നല്ല മഴ വന്നാൽ ജമാഅത്തിന് പോകണ്ട. കാരണം എന്താ, ആ മഴ ഉള്ളപ്പോൾ എന്ത് ചെയ്യുന്നൊരു വസ്ത്രം നനയും, വസ്ത്രത്തിൽ ചെളിയാവും, അഴുക്കാവും, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ ജമാഅത്തിന് പോകണ്ടാവും, വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി. അതുകൊണ്ട് നല്ല മഴയുള്ളപ്പോൾ മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത് അലാ സല്ലു ഫിൽ റിഹാൽ എന്നാണ്. എല്ലാവരും വീട്ടിൽ തന്നെ നിസ്കരിച്ച് ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല, സമയത്തിന് ബാങ്ക് കൊടുക്കാം. ഇങ്ങനെ മഴ വന്നാൽ, അതുപോലെ കഠിനമായ ചൂട് വന്നാൽ ദൂരത്തുള്ള ജമാഅത്തിന് വേണ്ടി പോവാം, ദൂരത്തുള്ള പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പായ്പാടുള്ള ഒരാളാണ് ഇവിടെ ജമാഅത്തിന് വരുന്നതെന്ന് വെക്കാം. അങ്ങനെ ജമാഅത്തിനൂടെ വരുന്ന സമയത്ത് അയാൾ അവിടെ നിന്ന് നടന്നിട്ട് വേണം ഇവിടെ വരാൻ, കഠിന ചൂടാണ്. ഇങ്ങനെ ചൂടുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ഇയാൾ എന്ത് ചെയ്യുക, ജമാഅത്തിന് വേണ്ടി വരുമ്പോൾ അയാൾ ഈ പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾ ലാസ്റ്റ് എന്ത് ചെയ്യുക, ളുഹറിന്റെ അവസാന സമയം ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്താൻ പാകത്തിന് വരാം, ളുഹറിന്റെ അവസാന സമയം ആവാൻ അടുക്കുമ്പോഴത്തേക്ക് ഇവിടെ വരാം, വന്ന് ളുഹർ നിസ്കാരം കഴിയുക, അപ്പം തന്നെ അസറിന്റെ സമയം അസർ നിസ്കരിക്കാൻ പോവാം. ഇങ്ങനെ സൂര്യായ ജമ്മു എന്നാണ് ഇതിന് പേര്. ഇതേപോലെ ഒരാൾക്ക് മഴയാണ്, 2 പക്കത്തും ജമാഅത്തിനോട് വരാൻ പറ്റൂല. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരി ദൂരത്തുനിന്ന് അയാൾ ഇവിടെ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ളുഹറിന്റെ സമയത്ത് അസറും കൂടെ ഇവിടെ മുന്തിച്ച് ജമ്മാക്കി നിസ്കരിച്ചിട്ടാണ് പോവുക. ഇതും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, ജമ്മാക്കി നിസ്കരിച്ചിട്ട്. അതിന് ദൂരപരിധിയില്ല, അത് കാരണങ്ങളെ കൊണ്ടാണ്, മനസ്സിലായോ? അതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആളാണ്, പക്ഷെ ഇവരിവിടെ എന്ത് വന്നില്ലെങ്കിൽ ഈ പള്ളിയിലെ ജമാഅത്ത് എന്തായി പോവും, മുടങ്ങിപ്പോവും, വേറെ ആരും ഇവിടെ വരാനില്ല. ഇവർക്കാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ഭാഗത്തോട്ട് കഠിന മഴയാണ്, ഒരു രക്ഷയില്ല, അത്ര കടുത്ത മഴയാണ്, ഭയങ്കര ജലപ്രളയത്തിന്റെ അവസ്ഥയിലാണ് ഉള്ളത് എന്ന് വന്നാൽ എന്ത് ചെയ്യുക, 2 പക്കത്ത് കൂടി ഒന്നിച്ച് ജമാഅത്ത് നിസ്കരിച്ചിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടാണ് പോവുക. ഇതും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇതേപോലെ നമുക്ക് യുദ്ധം വന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഇവിടെ പ്രളയം പോലത്തെ അവസ്ഥ വന്നു, എന്നാൽ നമ്മൾ നിസ്കാരത്തിൽ നമുക്ക് ഓടാം, ചാടാം, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കാം, പലതും ചെയ്യാം, ഒരു കുഴപ്പമില്ല, അങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ. മനസ്സിലായില്ല? ഇവിടെ ഇപ്പം പ്രളയം വന്നല്ലോ, വെള്ളം അങ്ങനെ വരികയാണ്, എവിടെ നിന്നൊക്കെയാണ് വന്നെന്ന് അറിയാൻ പാടില്ല, ഇവിടെ എന്തോ സംഭവിക്കാം, നമ്മളപ്പോൾ ഇവിടെ നിലനിൽപ്പില്ല, പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കിട്ടിയത് എടുത്തുകൊണ്ടുവന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിസ്കാരത്തിന്റെ സമയം ആവുകയും ചെയ്തു. അപ്പോൾ ഇനി അവിടെ ചെന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് നിസ്കരിക്കാനുള്ള സമയമില്ല, അവസാന സമയമായി. നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഒതു ഉണ്ടാക്കി മറ്റേ തക്ബീറത്തുൽ ചൊല്ലിക്കൊണ്ട് ഓടുക, എന്നിട്ട് ഫാത്തിഹയും സൂറത്തൊക്കെ ഓതുക. റുക്കൂവും സുജൂദിനൊക്കെ നമുക്ക് എവിടെ നിൽക്കാനോ മറ്റോ സൗകര്യം കിട്ടിയെങ്കിൽ നിൽക്കുക, റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, എണിച്ച് ഓടുക. അപ്പോൾ ഈ നിസ്കാരത്തിൽ നമുക്ക് ഓടാം, കൂട്ടത്തിന് വേണ്ടി സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കാം. കാരണം എന്താ, കൂട്ടത്തിൽ നമ്മൾ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അതിലെ ഓടും ഇതിലെ ഓടും എന്നൊക്കെ പറയേണ്ടി വന്നാൽ ഇതൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ നിസ്കരിച്ച് എന്ത് ചെയ്യുക, നമുക്ക് റുക്കൂവിനും സുജൂദിനും പറ്റിയില്ലെങ്കിൽ ഒക്കെ ആംഗ്യം കാണിച്ചുകൊണ്ട്
അങ്ങ് നിസ്കരിച്ചുകൊണ്ട് അത്തഹിയ്യാത്ത് ഓതി സലാം അങ്ങ് വീട്ടുക. ഒഴിവാക്കരുത്. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതിപ്പോ എന്ത് ഇൻഷാ അല്ലാഹ് പറയാം. കല്യാണ വീടുകളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയണം. അപ്പൊ എന്തായി, ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താക്കാം, ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസലയനുസരിച്ച് ഇത്രയും വിട്ടുവീഴ്ച മനോഭാവത്തോടെയാണ് ഇസ്ലാം എന്ത് ചെയ്തതെന്ന് നമ്മൾ പഠിപ്പിച്ചത്. അപ്പൊ ഇസ്ലാമിക നിയമത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ശരിക്ക് ആ ഒരു ചിട്ട പാലിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ ഇതേപോലെ യുദ്ധരംഗത്ത് നമുക്ക് നിസ്കാരം പറഞ്ഞിട്ടുണ്ട്. യുദ്ധരംഗത്ത് നിസ്കരിക്കുമ്പോഴും നിസ്കാരത്തിന്റെ എന്തായി, ആ നിസ്കാരത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത് കഠിനമായ നിയമമല്ല നമ്മളുടെ ശരീഅത്ത് നിയമം. ഏതൊരവസരത്തിലും എങ്ങനെയും അവസരോചിതമായി പ്രയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരുത്തൻ എന്ത് ചെയ്തപ്പോ മരിക്കുമെന്ന് കണ്ട്, എന്നാ പിന്നെ എന്ത് ചെയ്യണം, അയാൾക്ക് വേറെ ഒന്നുമില്ല, തൊട്ടടുത്ത് കള്ളേ ഉള്ളൂ, അതെടുത്ത് കുടിക്കണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി, ഇയാൾക്ക് മരിക്കുമെന്ന് കണ്ടു, അടുത്ത് കള്ളേ കിട്ടാനുള്ളൂ, കള്ളെടുത്ത് അയാൾ കുടിക്കണം. കുടിക്കാതെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇരുന്ന് ചത്തുപോയാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ ആത്മഹത്യ ചെയ്തു ഇസ്ലാമിന്റെ വിധി. ആത്മഹത്യ ചെയ്ത കാഫറാവുമെന്നും പറയരുത്, അത് ശരിയല്ല, വശമല്ല കേട്ടോ. അത് പിന്നെ വേറെ വശങ്ങളാണ്. ആത്മഹത്യ കൊണ്ടൊന്നും ഒരാളെ കാഫറാണെന്നൊന്നും വിധിക്കാൻ ഇസ്ലാമിൽ പറ്റൂല. സുന്നത്തിയമായത്തിന്റെ ആശയത്തിൽ അങ്ങനെയില്ല, തിരിഞ്ഞോ? കാരണം എന്താ, ദോഷം കൊണ്ട് കാഫറാകുമെന്ന് വിശ്വസിച്ച് മുഅ്തസിലിയാക്കളാണ് നമ്മളല്ല. മുഅ്തസിലി വിശ്വാസക്കാര് അവരുടെ ഇതിനകത്ത് ഒരാൾ തെറ്റ് ചെയ്ത ആരാവും, കാഫറാവും. നമ്മൾ ഇതിനകത്ത് എന്ത് തെറ്റ് ചെയ്താലും കാഫറാവും എന്ന് വെച്ചിട്ടില്ല. ശിർക്ക് വെച്ചാൽ മാത്രമേ എന്താവുള്ളൂ, അല്ലാഹുവിന് വേറൊരു പങ്കാരനുണ്ടെന്ന് വിശ്വസിച്ചാൽ എന്താവുള്ളൂ, അയാൾ കാഫർ ആവുള്ളൂ. ഇതാണ് സുന്നത്തിയമായത്തിന്റെ ആശയം. അതുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്ത അയാൾ കാഫറാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അയാൾ കഠിന നിലപാട് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാനാണ്. ഏത് പ്രകാരം റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അയാൾ മരിച്ചു, സ്വയമായിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോ, ഞാൻ തൽക്കാലം നിസ്കരിക്കുന്നില്ല. ഈ ഹദീസെടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിന് അർത്ഥം, നബി അങ്ങനെ പറഞ്ഞതിന് കാരണം, നബി ഇയാൾക്ക് നിസ്കരിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, ഇനി മറ്റൊരുത്തിനും ഇത് ചിലപ്പോൾ ചെയ്യാൻ പ്രേരണയായി മാറും. അപ്പോൾ നമ്മൾ മരിച്ച റസൂൽ നിസ്കരിക്കില്ല എന്ന് കണ്ട നമ്മൾ വയ്യത്തിക്കരിക്കാൻ പോലും നബിനെ കിട്ടൂല എന്ന് കണ്ട ഈ പണിക്ക് പിന്നെ ആരും മുതിരില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നിസ്സഹകരണം കാണിക്കുക എന്നല്ലാതെ അയാൾ കാഫറാണെന്നൊന്നും വിളിച്ചുകൊണ്ട് സംസാരിക്കരുത്. അത് സുന്നികൾക്ക് പറ്റിയ പണി അല്ല. സുന്നത്തിയമായത്തിന്റെ ആശയത്തിൽ ദോഷം കൊണ്ട് എന്താവൂല, ദോഷിയാവുള്ളൂ, കാഫറാവൂല. അപ്പൊ അതുകൊണ്ട് ആത്മഹത്യ ചെയ്തവൻ കാഫറാണെന്നും മുർത്തദാണെന്നൊന്നും പറയാൻ നിൽക്കരുത്, അത് ശരിയായ വശമല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ആത്മഹത്യ ചെയ്തവനോട് എന്ത് ചെയ്യുന്നത്, നമ്മൾ നിസ്സഹകരണം കാണിക്കാം. നമ്മൾ നിസ്കരിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ പണി ഒരാൾ കൂടെ എടുത്താൽ നമ്മൾ സഹകരിക്കില്ല. അപ്പൊ ആ ആത്മഹത്യ പ്രവണത തടയാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധമാണ് നടക്കുന്നത്, അല്ലാതെ അത് ഇസ്ലാമിന് എതിരായിട്ടൊന്നും അല്ല. മനസ്സിലായില്ല? അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ ചില ആളുകൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചവർക്ക് വേണ്ടി അയാൾക്ക് ദ്വാരുന്നതിന് എതിർപ്പ്, ഓതിയതിന് എതിർപ്പ്, ഇതൊന്നും നമുക്ക് പറയാനൊന്നുമില്ല. അത് ചെയ്തു, അവരുടെ ഒരു സാഹചര്യത്തിൽ അവരെ തെറ്റ് വന്നു, ഇത് അള്ളാഹു പൊറുക്കൂല എന്നൊന്നും നമുക്ക് പറയാൻ ഇസ്ലാമിൽ വിധിയില്ലാന്ന്. അത് മുഅ്തസിലിയാക്കൾക്കേ പറയാൻ പറ്റുള്ളൂ. മുഅ്തസിലിയാക്കൾ പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ എന്താവും, കാഫറാവുന്ന. നമുക്ക് അങ്ങനെ വിശ്വാസമില്ല. തെറ്റ് ചെയ്തുകൊണ്ട് കാഫറാവുന്ന വിശ്വാസം ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആത്മഹത്യ ചെയ്ത ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും അവൻ ചെയ്താൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് അയാൾക്ക് കിട്ടും. അയാൾ ചിലപ്പോൾ അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു വലിയവനാണ്, അള്ളാഹു പുറത്തു കൊടുക്കാൻ എതിർപ്പുള്ള ആളല്ല. അല്ലെങ്കിൽ നമ്മൾ സുന്നത്തിയമായത്തിന്റെ ആശയത്തിൽ നിന്ന് പുറത്തു പോയി പോകും. മുഅ്തസിലിയുടെ വിശ്വാസമായി ദോഷം ചെയ്തവൻ കാഫറാവുമെന്ന് വിശ്വസിച്ചാൽ, മുർത്തദാവുമെന്ന് വിശ്വസിച്ചാൽ അങ്ങനെ പാടില്ല. അപ്പൊ അവർ തെറ്റുകാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കഠിനമായ ഒരു നിയമമല്ല ഇതിനകത്തുള്ളത്. അപ്പൊ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന നിയമമാവുന്നതുകൊണ്ട് ഉദല്ലിൽ മുത്തഖീൻ, ഇതാർക്ക് സന്മാർഗമാണ്, മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. അപ്പോ എങ്ങനത്തെ മുത്തഖീങ്ങളാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവര് മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കും. അവരുടെ പ്രത്യേകതയാണ് മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കും. അതോടൊപ്പം തന്നെ വയുഖീമൂന സ്വലാത്ത, നമസ്കാരങ്ങളെ ശരിയായി അവർ നിർവഹിക്കുകയും ചെയ്യും. എല്ലാ സമയങ്ങളും 5 വഖ്ത് നമസ്കാരം. വമിമ്മാ റസഖ്നാഹും, അവർക്ക് നാം നൽകിയിൽ നിന്ന് യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുകയും ചെയ്യും. അപ്പൊ എന്താ, അവർ ഒയ്ബ് കൊണ്ട് വിശ്വസിക്കും, മറഞ്ഞ കാര്യം കൊണ്ട്. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുടെ രഹസ്യം നമുക്കറിയില്ല. അള്ളാഹു തആല ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു, എന്താപ്പം അതിന്റെ രഹസ്യം നമുക്കറിയില്ല. ഉദാഹരണം, ഒരു പെണ്ണിനെ ഒരാൾ കെട്ടിക്കഴിഞ്ഞ് അവർ തമ്മിലൂടെ ജീവിച്ചിട്ടും ഇതൊന്നുമല്ല, ഒരു കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്ന അയാൾ ഗൾഫിൽ പോയി. പിന്നെ
പിന്നെ അവിടെ ഗൾഫിൽ എന്നിട്ട് 2 വർഷം 3 വർഷം കഴിഞ്ഞപ്പോൾ ഇവളെ അവൻ തലാക്കരി. ഈ പെണ്ണ് ഇരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. 3 പ്രാവശ്യം മെൻസസ് ഉണ്ടായി ശുദ്ധിയായതിനു ശേഷം മാത്രമേ മറ്റു ഭർത്താവിന് ഇവളെ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. ഇദ്ദയുടെ നിയമം ഈ പെണ്ണിന്റെ ഗർഭാശയം മുൻ ഭർത്താവിന്റെ ഇന്ദ്രിയത്തിൽ നിന്ന് ഒഴിവാണെന്ന് കണ്ടെത്തലാണ്, അഥവാ ബീജാണുവിൽ നിന്ന് ഒഴിവാണ് എന്ന് കണ്ടെത്തലാണ്. ഇതാണ് ഉദ്ദേശം. ഇതിപ്പോ എന്ത് ചെയ്തു? 3 വർഷമായിട്ട് ഇയാൾ ഗൾഫിൽ പോയിട്ട് 1 മാസക്കാലം ഇവർ താമസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 10-15 ദിവസം താമസിച്ചിട്ടുണ്ട്. പക്ഷെ ഇവള് തലാക്ക് നടന്ന എന്ത് ചെയ്യണം? 3 പ്രാവശ്യം മെൻസസ് ഉണ്ടായി ശുദ്ധിയാവുന്ന വരെ ഇവളെ നിക്കാഹ് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. എന്താ അങ്ങനെ നിയമം? അതിന് കാരണം എന്താണെന്ന് നമുക്ക് അജ്ഞാതമാണ്. നമ്മളത് വിശ്വസിക്കുന്നു, നമ്മൾ നടപ്പാക്കുന്നു. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഈ മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് ഇതേപോലെ മറ്റൊരു ലോകം വരുന്നുണ്ട്. നമ്മളോട് പറയാം, മറ്റൊരു ലോകം വരുന്നുണ്ട്. മരണശേഷം കബറിൽ ചോദ്യമുണ്ട്. നമ്മളാരും കണ്ടിട്ടില്ല. നമ്മളോട് ചെന്ന് നോക്കിയത് തുറന്നു നോക്കിയാൽ എവിടെയെങ്കിലും ഒന്നും കാണൂല. മരിച്ചു കിടക്കുന്ന മയ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മയ്യത്ത് കട്ടിൽ കിടന്ന നല്ല ആളാണെങ്കിൽ വീട്ടിൽ കിടന്ന് തന്നെ വിളിച്ചു പറയാം, ഒന്ന് വേഗം എന്നെ ഒന്ന് കൊണ്ടുപോയി ആക്കണോ, ഇവിടെ ഇട്ടുണ്ട് ഇടങ്ങി അറച്ചില്ല, എനിക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ കിടന്ന് ധൃതിപ്പെടുന്നുണ്ട്. ആര്? മരിച്ചെടുക്കുന്ന ആള്. ഇതല്ല, ഈ മയ്യത്ത് മോശക്കാരനാണെങ്കിൽ ഇവൻ കാണുന്നത് നരകവും നരകത്തിന്റെ അന്തരീക്ഷങ്ങളുമാണ്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോലെ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വിലപിക്കുന്നുണ്ട്. മയ്യത്ത് കട്ടലിൽ കിടന്ന് വിലപിക്കുന്നു പറഞ്ഞാൽ ഈ മറ്റേ സന്തൂക്കി കയറ്റുമ്പോൾ മാത്രമല്ല, വീട്ടിൽ നിന്ന് മരിച്ചത് മുതലേ പണി തുടങ്ങും. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മളുടെ അന്തരീക്ഷം ശരിക്കും എന്ത് ചെയ്യുക മനസ്സിലാക്കിയാൽ നമുക്ക് എന്തില്ല? ബോധ മനസ്സില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന സർവ്വ സംസാരങ്ങളും സർവ്വ കാര്യങ്ങളും നമ്മൾ മയങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ കേൾക്കൂലേ? തിരിയില്ല, മറുപടി പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു മയക്കമല്ലേ നമുക്ക്? ഉറക്കല്ല, ഒരു മയക്കം. ഈ മയക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് കേൾക്കണമുണ്ട്. പക്ഷേ പ്രതികരിക്കാൻ നമുക്ക് കഴിയും, നമ്മൾ മയക്കത്തിലാണ് ഇങ്ങനെ നിൽക്കുക. ഈ ഒരു അവസ്ഥയാണ് മരണത്തിനുള്ളൂ എന്നാണ്. അപ്പം മരിച്ചു കിടക്കുമ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു പറഞ്ഞൊക്കെ അവർ കേൾക്കുന്നുണ്ട്. മയ്യത്ത് അങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ മയ്യത്തിന്റെ സംസാരം ഇതുണ്ടാവുന്നു. ഖബറിലേക്ക് മയ്യത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മയ്യത്ത് പറയുന്നു, മറ്റേ മയ്യത്ത് കൊണ്ടുപോലെ എന്ന് പറയുന്നു. ഇതൊന്നും കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. റസൂലുള്ളാഹിന്റെ ഹദീസിലുള്ളത് മനുഷ്യനും ജിന്നും ഒഴിച്ച് ബാക്കി ഇവിടെയുള്ള സർവ്വ ജീവജാലങ്ങൾക്കും കേൾക്കാം. പട്ടിയും കേൾക്കും, പന്നിയും കേൾക്കും, കാളയും കേൾക്കും, മറ്റേ പശുവും കേൾക്കും, ആടും കേൾക്കും. എല്ലാ ജീവജാലങ്ങളും പക്ഷികളും ഒക്കെ കേൾക്കും. ഏത്? ഈ മയ്യത്തിന്റെ സംസാരം. മനുഷ്യൻ മാത്രം കേൾക്കില്ല, ജിന്നുകളും കേൾക്കില്ല. ഈ 2 കൂട്ടർ ഇത് കേട്ടാൽ അപ്പൊ ബോധം കിട്ടും, ഒക്കെ കൂടി ചേർത്തു. അതുകൊണ്ടാണ് കേൾപ്പിക്കാത്തത്. മയ്യത്ത് ഇങ്ങനെ കിടന്ന് വിളിച്ചു പറയാം, ആരോടൊന്നില്ലാതെ. മയ്യത്ത് ആരോടൊന്നില്ലാതെ വിളിച്ചു പറയാ. റസൂലുള്ളാഹിന്റെ സഹിയായ ഹദീസാണ്. ഇൻകാനത്ത് സാലിഹത്തൻ, ഈ മയ്യത്ത് സാലിഹത്താണെങ്കിൽ ആ മയ്യത്ത് പറയും, ഗദ്ദിമൂനി ഗദ്ദിമൂനി, എന്നെ അങ്ങോട്ട് വേഗം കൊണ്ടുപോകുന്നു ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇൻകാനത്ത് ഒരു സാലിഹത്തിൻ, ആ മയ്യത്ത് എന്ത് ചെയ്യുക? സാലിഹല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? യാ വൈലഹ, എന്റെ നാശമേ, അയ്യ തദ്ഹബൂന ബിഹാ, നിങ്ങൾ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോലെ എന്നിങ്ങനെ പറഞ്ഞ് വിലപിക്കുമെന്ന് സഹിയായ ഹദീസാണ്. പക്ഷെ ഈ ശബ്ദം കേൾക്കും കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളും ഇല്ലൽ സകലൈൻ, മനുഷ്യനും ജിന്നും ഒഴിച്ച്. ഇവർ കേട്ട് കഴിഞ്ഞാൽ സഹിക്കാപ്പം തന്നെ ഒക്കെ കൂടി ബോധം കെട്ട് വീണ് ചത്തുപോകുന്ന ഹദീസിനകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് മയ്യത്തിന്റെ സംസാരം ഇങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളെന്ത് ചെയ്യില്ല? കേൾക്കുന്നില്ല. എന്ന് മാത്രമല്ല, അത് കാഫറായാലും മരിച്ച ആൾക്ക് കേൾവി ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ബദറിൽ എന്ത് ചെയ്യുന്നുണ്ട്? മയ്യത്തിനെ കൊണ്ടുപോയി എല്ലാ അവിടെ അന്ന് ചെത്ത ഏതാണ്ട് 70ഓളം മുശ്രിക്കുകളെ കൊണ്ടുപോയിട്ട് ബദർ കുലീബില് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരിച്ചവര് കേൾക്കുന്ന പോലെ വ്യക്തമായി കേൾക്കാൻ കഴിയില്ല, നിങ്ങളെക്കാൾ കേൾവി ശക്തി അവർക്കുണ്ട്. കാരണം എന്താ? ഇപ്പോ നമ്മളുടെ മൈൻഡിന് യാതൊരുവിധ ജോലിയില്ല. മറ്റേ പലതിലേക്ക് ആലോചിക്കണം. പോകുന്നതിനെ കുറിച്ച്, വരുന്നതിനെ കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, മറ്റു പലതിനെ കുറിച്ച്. ഇതിപ്പോ എന്ത് ചെയ്തതോടുകൂടി പരിപാടി എല്ലാം അവസാനിച്ചു. ഇപ്പൊ ശാന്തമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെക്കാൾ കൂടുതൽ മയ്യത്ത് കേൾക്കും. എത്രത്തോളം നമ്മളിവിടെ നടന്നു പോകുമ്പോൾ കാലിൽ എന്ത് ചെയ്യുക? വെള്ളം ഒഴിച്ചിട്ട് ചെരുപ്പിന്റെ വാർ ഇങ്ങനെ കരഞ്ഞാൽ മാത്രമേ കരകരയെന്നിങ്ങനെ ഒച്ച കേൾക്കുള്ളൂ. അതേസമയം ഇതൊന്നും ഒഴിക്കണ്ട, നമ്മളുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ശബ്ദം വരെ താഴ്ത്ത് കിടക്കുന്ന മയ്യത്ത്, കബറിൽ കിടക്കുന്ന മയ്യത്ത് കേൾക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി. മയ്യത്ത് കബറടക്കി തിരിച്ചു പോകുന്നതിന്റെ കാലിലെ ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നീങ്ങുന്ന ശബ്ദം വരെ മയ്യത്ത് കേൾക്കുന്നുണ്ട്. അത്ര കണ്ട് മയ്യത്തിന് കേൾവി ശക്തിയുണ്ട്. അത് കാഫറായാലും ഉണ്ട് എന്നല്ലേ വ്യക്തമായത്. കാരണം കുലൈബ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റേ ഈ ബദറിന്റെ പൊട്ടക്കണ്ടി കൊണ്ടുപോയി ഇവരെ ഇട്ടിട്ട് എന്ത് നബി അവരോട് ചോദിച്ചപ്പോ നബി ഉമർ ഫാറൂഖിനോട് പറഞ്ഞെന്താ? നിങ്ങൾക്ക് ഇവരെ അത്രയും കേൾക്കാൻ കഴിയില്ല ഉമറേ, ഞാൻ സംസാരിക്കുന്ന സംസാരം അത്ര വ്യക്തമായിട്ട് കേൾക്കുന്നു. അപ്പൊ കാഫറായാലും കേൾക്കും, മരിച്ചവൻ ആരായാലും
കേൾക്കും. പിന്നെ ഖുർആനിൽ ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മരണം നടിച്ചവരെ ഒരിക്കലും കേൾപ്പിക്കാൻ കഴിയില്ല, ഉറക്കം നടിച്ചവനെ ഉണർത്താൻ കഴിയില്ല എന്നപോലെ മരണം നടിച്ചവനെ ഒരിക്കലും നന്നാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം എനിക്ക് കേൾക്കണ്ട, എനിക്ക് അതിനെക്കുറിച്ച് അറിയണ്ട, എനിക്ക് അതിനെക്കുറിച്ച് പഠിക്കണ്ട എന്ന് തീരുമാനിച്ചവനെ നന്നാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് ആയത്തിന്റെ അർത്ഥം. അല്ലാതെ മരിച്ചവർ കേൾക്കൂല എന്നല്ല. അത് എന്ത് ചെയ്യുന്നുണ്ട്? പദാനുപദ അർത്ഥം പഠിച്ചിട്ട് മനസ്സിലാക്കിയവരാണ് അങ്ങനെയൊക്കെ എന്ത് തെറ്റായി മനസ്സിലാക്കിയത്. അവരാണ് ഈ ലോകത്ത് മരിച്ചവർ കേൾക്കൂല എന്ന് പ്രചരിപ്പിച്ചത്. ഇത് സഹിഹ് ഹദീസല്ലേ, സഹീഹ് ബുഖാരി ഉൾപ്പെടെയുള്ളതല്ലേ? ബദറിൽ എന്ത് ചെയ്ത് കൊല്ലപ്പെട്ട അബൂജഹൽ ഉൾപ്പെടെയുള്ളവരോട് നബി ചോദിക്കിയത്. അപ്പൊ ഉമറുൽ ഫാറൂഖ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ തൗഹീദ് പഠിപ്പിച്ച ആളെന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്, ഇത് അവർ മരിച്ചവർ എന്തോ കേൾക്കും, എന്തിനാ അവരോട് സംസാരിക്കുന്നത്? അപ്പോൾ ആ നബി പറഞ്ഞു, നിങ്ങൾക്ക് ഇവർ കേൾക്കുന്ന അത്രയും നിങ്ങൾ കേൾക്കൂല ഞാൻ സംസാരിക്കുന്നത്. അത്ര സംസാരം എന്ത് ചെയ്യുന്നുണ്ട്? മരിച്ചവർ കേൾക്കും. വേറെ ഹദീസിൽ മരണം അടഞ്ഞ് കബറടക്കിയിട്ട് പോകുന്നവരുടെ ചെരുപ്പിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? വാറ് കരയുന്ന ശബ്ദം പോലും കേൾക്കാം എന്ന് മാത്രവുമല്ല, പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം കാര്യങ്ങൾ ഇതൊക്കെ ഇതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മരിച്ചതിന് ശേഷം സംസാരിക്കോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആർക്കും സംശയം വേണ്ടല്ലോ, മദീനത്ത് നമ്മൾ പോകുന്നവരല്ലേ, അവിടെ ഇല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറില്ലേ, ഉമർ ഫാറൂഖ് നിങ്ങളുടെ ഖബറില്ലേ? ചരിത്രം എന്താ? അവിടെ കൊണ്ടുപോയി വെച്ച് എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് എന്ത് ചെയ്യും? കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട്, ഇത് അങ്ങയുടെ തോഴൻ ഉമറിന്റെ മയ്യത്താണ്, അങ്ങോട്ട് കടത്താൻ അവകാശം ഉണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ, അങ്ങയുടെ അനുമതി ഉണ്ടെങ്കിൽ അവിടെ പ്രവേശിച്ച് അങ്ങയുടെ റൗദയിൽ തന്നെ മറമാടണമെന്നും, ഇല്ലെങ്കിൽ ജന്നത്തുൽ ബഖീൽ മറമാടണമെന്നും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയണം. മറുപടി കിട്ടിയാൽ അവിടെ കയറ്റി മറമാടുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഈ സംഭവം ഉണ്ടായിട്ടില്ലേ? ചോദിച്ചപ്പോൾ ഉദുഖുലുൽ ഹബീബ ഇലൽ ഹബീബ് എന്ന് റസൂലുള്ള മറുപടി പറഞ്ഞില്ലേ? ആ മറുപടി പറഞ്ഞ അനുസരിച്ചല്ലേ ഉമർ ഫാറൂഖിനെ അവിടെ കബറടക്കി? മരിച്ച നബിയല്ലേ നബി സംസാരിക്കുന്നു അല്ലേ? ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? മുആവിയയുടെ കാലത്തൊരു പ്രശ്നം ഉണ്ടായി. മദീന ഏതാണ്ട് 1.5-2 മാസക്കാലം എന്ത് ചെയ്യാം, മദീനത്തെ പള്ളിയെല്ലാം നിസ്കരിക്കാതെ പോലെ ഉപരോധത്തിലായിപ്പോയി. നിസ്കാരം പോലും നടന്നിട്ടില്ല. അവിടെ ബാങ്ക് കൊടുക്കാൻ സമയം അറിയാൻ പക്ഷല്ല. മദീന എന്ത് ചെയ്യാം, സമയമാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? റസൂലുള്ളാഹിന്റെ റൗദയിൽ നിന്ന് എന്നിങ്ങനെ 3 മൂർക്കം കേൾക്കുമായിരുന്നു എന്നാ. ആ സമയത്ത് ആ മൂപ്പര് വാങ്ങാൻ കൊടുക്കും. കാരണം മൂപ്പര് എൻ്റെ ഉള്ളിൽ പെട്ടുപോയി, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, പുറമെ മൊത്തം യുദ്ധമാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മദീനത്ത് നടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചിന്തിച്ചത് പോലെയൊന്നും അല്ല. പിന്നെ ഇതൊക്കെ ആൾക്കാരുടെ അർത്ഥം അങ്ങനെയൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു സാധാരണഗതിയിലുള്ള ആള്, നമ്മളിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാരായിട്ട് എതിർത്തതിന് കാരണം അതാണ്. കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ഈ പറയുന്ന അബുൽ-ആല മഅദൂദിക്കുള്ള ആശയം എന്താന്ന് വെച്ചാൽ, ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? വ്യാഖ്യാനിക്കാൻ എന്ത് ചെയ്യുക? ഒരു പ്രൊഫസർ മതിയെന്നാണ്. അറബി ഭാഷയെക്കുറിച്ച് അറിവുള്ള ഒരാൾ മതിയെന്നാണ്. ആ ഭാഷയെക്കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ച ആ അറിവ് പോരാ. കാരണം എന്താ? ഒരു അറബി മനുഷ്യക്ക് ഒരു അറബി പുസ്തകം എടുത്തു കൊടുത്താൽ അയാൾ വായിച്ച അർത്ഥം പറയാൻ അയാൾക്ക് അറിയാം. കാരണം അയാൾക്ക് മറ്റേ പദാനുപദ അർത്ഥം മാത്രമേ അറിയാവുള്ളൂ. ഇതിനെ ഓരോ സാഹചര്യത്തിലും ഇതിന് കൊടുക്കേണ്ട അർത്ഥം എങ്ങനെയാണെന്ന് പറയാൻ അയാൾക്ക് അറിയില്ല. അപ്പൊ അവിടെ നിന്നാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം മരണം അഭിനയിച്ചവരെ കേൾപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, മരിച്ചേൽക്കുന്നവർ കേൾക്കും എന്നാണ് ആയത്തിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് ആ പറഞ്ഞത്. ഇതിന് ധാരാളം തെളിവുകളുണ്ട്. അപ്പൊ മയ്യത്ത് ഇങ്ങനെ കിടന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, ഇപ്പൊ നമ്മൾ മറഞ്ഞ കാര്യം ഏത് മയ്യത്ത് സംസാരിക്കുന്നത് ഞാനും കേൾക്കുന്നില്ല, നിങ്ങളും കേൾക്കണില്ല. ഇവിടെ കവറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചെന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ 2 മലക്കളവിടെ വരും എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് തന്നെ 2 മലക്കളവിടെ വരും. ചോദ്യം തുടങ്ങും. ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞോന്ന് മൂപ്പരോട് പറഞ്ഞിട്ട് വരാം. നമ്മൾ മരിച്ചു കഴിഞ്ഞ് കബറടക്കി കൊടുക്കുമെന്ന് വെച്ചിട്ട് എന്ത്? അപ്പൊ തന്നെ അതാ മണ്ണ് നോക്കിയാൽ മയ്യത്ത് അങ്ങനെ തന്നെ അവിടെ കിടപ്പുണ്ടാവും. ഇവിടെ കവറിൽ ചോദ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ആരോടാ? ചുമ്മാ പറയണം. അത് അങ്ങനെ കാണുള്ളൂ. തിരിഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കബറിന്റെ അടുത്ത് നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഇവിടെ കബർസ്ഥാനിയിലൊക്കെ എന്ത് ചെയ്യും? ആൾക്കാർ കിടന്നവർ എണിച്ചു വരും എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതൊന്നുമില്ല, ഒരൊറ്റ എണ്ണം വരില്ല. കബറിലേ ഈ കബറടിക്കിയ ആൾക്കാരൊക്കെ എണിച്ചു വരും എന്നൊക്കെ വിശ്വസിക്കുന്ന കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്. ഒരൊറ്റ മനുഷ്യനും വരില്ല. കാരണം ഈ കബർ എന്ത് ചെയ്യുക? കൊണ്ടുപോയി നമ്മൾ അവിടെ വെച്ചാണ്ടല്ലോ, ഇതൊക്കെ പൂട്ടി ഇസ്രാഫിന്റെ കയ്യിലെ താക്കോല്. ഇനി ഇവിടുന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഈ ഇസ്രാഫിന്റെ അനുമതി വേണം. അത് മൂപ്പര് എന്ത് ചെയ്യുക? ലാസ്റ്റ് ഊതുന്ന സമയത്തെ പണി വെറുക്കുള്ളൂ. അതുവരെ ഇവിടെ തന്നെ കിടക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ എന്ത് ചെയ്യുക? നമ്മൾ കബർസ്ഥാനിൽ അയാളെ കണ്ട് ഇയാളെ കണ്ട ശൈത്താനെ അഭിനയിക്കുക. ശൈത്താൻ അങ്ങനെ അഭിനയിക്കുക. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇയാളെന്ത് ചെയ്യുന്നുണ്ട്? ഇയാൾ മരിച്ചു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുക? ശൈത്താൻ അനാഥയാവും. കാരണം നമ്മളെ പഠിച്ചപ്പോൾ 4 മാസമുള്ളപ്പോൾ റൂഹ് ഊതിയപ്പോഴേ ഒരു ശൈത്താനുണ്ട്, ഒരു മലക്കുണ്ട്. മലക്ക് നമ്മളെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേ ആൾ എന്ത് ചെയ്യുക? നമ്മൾ തിന്മയിലേക്കും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് റസൂൽ പറഞ്ഞാണ്, ഇങ്ങനെ ഏൽപ്പിക്കും. ഇവരെ ജോലി ഇതാണ്. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? മലക്കിന് ഇനിയും വേറെ പണിയുണ്ട്. കാരണം എന്താ? അവർ ഖുർആൻ വേറെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കൾ സഹായികളായിരുന്നു ദുനിയാവിൽ. നിങ്ങൾ സഹായികളായിരുന്നു.
ഇനി മരണശേഷവും ഞങ്ങൾ സഹായികളാണ്, നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് നെയ്സന്മാരെന്തിയാ പറഞ്ഞുകൊണ്ട് ശേഷം മക്കളമാരി തിരിഞ്ഞില്ല. യഥാർത്ഥ മുഅ്മിനെ മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഇതിനകത്ത് വരും. യഥാർത്ഥ മുഅ്മിൻ മരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ വരുമ്പോൾ മയ്യത്തിൻ്റെ ഇടയ്ക്ക് വന്ന് മലക്കൾ പറഞ്ഞ വർത്താനതാണ്, നിങ്ങൾ വിഷമിക്കണ്ടാട്ടോ, അല്ലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ടാട്ടോ, ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനുമാക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളും സഹായികളും ഒക്കെ ആയിരുന്നു ദുനിയാവില്, ഇനി ആഖിറത്തിൽ ഞങ്ങളൊപ്പം ഉണ്ട്. മലക്കിന് അവിടെ പണിയുണ്ട് നമ്മൾ മരിച്ചാലും. ഔലിയാക്കളെ കുറിച്ചല്ല, അല്ലല്ല, അത് തഖ്വ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ശരിയായി ജീവിച്ചവരാരും ഇന്നയാളൊന്നുമില്ല. ഔലിയാക്കൾ നമ്മൾ പറഞ്ഞ ആരാണ്, അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച് അള്ളാഹ് സ്നേഹിച്ച ആൾക്കാണ് ഈ ഔലിയാ എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ സ്നേഹിതൻ എന്നാ എൻ്റെ അർത്ഥം. അതിപ്പോൾ ആര് ജീവിച്ചാലും സ്നേഹിക്കപ്പെടും, ഇന്നയാളൊന്നൊന്നുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ മരിക്കുന്ന സമയത്ത് മരണ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മലക്കൾ അവർക്ക് ജോലിയുണ്ട്. മരണശേഷവും നമ്മളെ സഹായിക്കലും നമ്മളോടൊപ്പം കഴിഞ്ഞുകൂടലും അവരുടെ പണിയാണ്. ശൈത്താൻ ഒരു പണിയില്ല, മരിക്കുന്നതോടെ ഇവൻ അനാഥയായി, ഇവനക്ക് കൂടെ ആളില്ലേ. ഇവൻ കൊണ്ട് ഇത്ര നാൾ എന്ത് ചെയ്യുന്നത്, പേപ്പിച്ചുകൊണ്ടാകുന്ന ആളെ വേണ്ടേ, ആളില്ല. അപ്പോൾ ഇയാളിങ്ങനെ ഒഴിഞ്ഞിട്ട് നടക്കും. ഇവനാണ് ഈ പ്രശ്നം മൊത്തം ഇവിടെ ഉണ്ടാകുന്നത്. എന്നിട്ട് അവിടെ പ്രേതം വന്നു, മറ്റത് വന്നു, മറിച്ചത് ഒന്നുമില്ല. ഈ പള്ളിപ്പറമ്പിലൂടെയൊക്കെ എത്രയോ നേരം ഇപ്പം നമ്മൾ വരുന്നത്. നിങ്ങളുടെ പറഞ്ഞ അനുസരിച്ച് 800 വർഷം 8 നൂറ്റാണ്ടോളം പഴക്കമുള്ള പള്ളിക്ക് കോമ്പൗണ്ടായിരുന്നു. ഞാൻ രാത്രി 2 മണിക്കും 1 മണിക്കും ചിലപ്പോൾ 3 മണിക്കും ചിലപ്പോൾ 4 മണിക്കും ഒക്കെ ആരില്ല ഒരാൾ. ഇവിടെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ഇവിടെയെങ്കിലും ആരുമില്ല. അപ്പോൾ ഇതിന് കാരണം എന്താ, അങ്ങനെയാണ് പിന്നെ ഇവിടെയും കയറാൻ പറ്റും. ഇവിടെ കബർസ്ഥാനിലുള്ളവരെ കൂടി എനിക്ക് 800 വർഷമായിട്ട് എത്ര ആളെ കൂടെ വലിച്ചെടുക്കുന്നുണ്ടാവും. കണക്കൂട്ടി കണക്കുണ്ടോ? നിങ്ങളെ വിയ്യൂരം മുതൽ താമല്ലാക്കൽ മുതൽ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഈ പരിസരത്തുള്ള എല്ലാ മയ്യത്തുകളും കൂടെ ഉണ്ട് അല്ലേ? 10,000 10,000 ഒന്നല്ല ഉണ്ടാവുള്ളൂ ഇവിടെ മയ്യത്തുകൾ. ഇവിടെ കൂടി ജനിച്ചു വന്നാൽ ഇവിടെ എന്താ ഉണ്ടാവുക തന്നെ? ഇവിടെ ഈ കാമ്പൗണ്ട് മതിയാവും നിൽക്കാൻ. അപ്പം അതൊന്നും അല്ല അതിൻ്റെ ശരി. അപ്പോൾ ഇതൊക്കെ ഇബ്ലീസും ശൈത്താനും ഇവിടെ പല അഭിനയങ്ങളും കാണിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടൊരു അഭിനയമാണ് ഇത്, ഈ ജാതിയൊക്കെ. അത് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ എന്തെങ്കിലും മരിച്ചവരെ അടിച്ചു വന്നു, മറ്റേ ആളെ ഞാൻ അവിടെ വെച്ച് കണ്ട്, അയാൾ മരിച്ചു പോയതാണ് പിന്നെ കണ്ടു എന്നൊക്കെ പറയും. അങ്ങനെ ഉണ്ടാവുന്ന ഹദീസിനകത്തുണ്ട്. മനസ്സിലായോ? നമ്മളുടെ പരിചയക്കാരൻ്റെ രൂപത്തിലേ വേഷം കെട്ടി വന്നിട്ട് ശൈത്താൻ നമ്മളോട് സംസാരിക്കും. അപ്പം നമുക്കെന്ത് പറയാം, നമ്മൾ പറയാം നല്ല പരിചയമാണ്, പക്ഷെ ആളാരാന്നൊരു ഓർമ്മയില്ല. പക്ഷെ അയാൾ ചോദിക്കാൻ പറ്റുമോ ഇബ്ലീസാണെന്നാ? ശൈത്താനാണത്. ഇങ്ങനെ ഹദീസിനകത്തുണ്ട്. നമുക്ക് നല്ല പരിചയം ഉണ്ട് അയാൾ, പക്ഷെ ആളാരാന്നൊരു ഓർമ്മയില്ല. അയാളോട് നേരിട്ട് നമ്മൾ തമ്മിലുള്ള പരിചയം അത് ചോദിക്കാനാണ് നമുക്കൊരു മടി. ചോദിച്ചില്ല, പക്ഷെ നല്ല പരിചയമാണ്. ഇങ്ങനത്തെ ഒരാളെ കാണും, അയാൾ ആരാ? ശൈത്താനാണ്. അപ്പോൾ ശൈത്താൻ ഈ പണിയുണ്ട്. ശൈത്താൻ അങ്ങനെയൊക്കെ പല വേഷവും കെട്ടും. അപ്പം ഈ വേഷം കെട്ട് കണ്ടിട്ടാണ് ഇവിടെ നിന്നൊക്കെ മറ്റൊരു അടിച്ചു വന്നൊക്കെ ആൾക്കാർ വന്നത്. അല്ലാതെ എൻ്റെ പൊന്നു സാഹിബ് ഒരു മനുഷ്യൻ അടിച്ചു വരും. അങ്ങനെ ആളുകളെ വിശ്വസിപ്പിച്ച് കൊച്ചു കുട്ടികളായിരുന്ന കാലത്ത് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്, അവിടെ ഞങ്ങളുടെ പള്ളിയിലെ പരിസരത്തോടെ പോകുമ്പോൾ അവിടെ ഒരു ചെറുക്കൻ പണ്ട് കിണറ്റിൽ വീണ് മരിച്ചിട്ടുണ്ട്. അവൻ എനിക്ക് വരുമെന്നും പറഞ്ഞ് എന്ത് ചെയ്യുക, പേടിപ്പിച്ച് എത്ര ഓട്ടം ഓടിയ ആളാണ് ഞാനെന്നറിയാം. കാരണം വെച്ചാൽ കാരണവന്മാർ പറഞ്ഞിരിക്കുകയാണ്, മറ്റുള്ളവരും പറയുകയാണ്, എടാ ഇന്നയാൾ മരിച്ച അയാൾ ആ പ്ലാവിൻ്റെ ഓടിന മറവാടേക്കണം. പല പ്രാവശ്യം പലരും കണ്ടിട്ടുണ്ട്, നീ അതിലെ പോകരുത്, ഇതിലെ പോകരുതെന്നൊക്കെ നമ്മൾ പേടിച്ചിരിക്കുക. നമ്മൾ ഇതിലെ ചെല്ലുമ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ഒറ്റ ഓട്ടം പറ്റുള്ളൂ. കാരണം ആളായിരുന്നു എനിക്ക് വരൂലേ ഈ പേടിച്ചിട്ട്. പിന്നീടാണ് ഇതെല്ലാം കൊള്ളത്തരമാണെന്ന് നമുക്ക് മനസ്സിലായത്. ഏത് പ്രകാരം നമ്മുടെ ഒമാനിലെ സലാലയിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം ഒരു സഹാബിയുടെ മക്ബറ. അവിടെ ഒമാനിൽ ഇസ്ലാം മതം ഉണ്ടാക്കിയത് ആ സഹാബിയാണ്. ആ സഹാബി സത്യത്തിൽ എന്ത് ചെയ്താ, ഒരു ഉൾവിളിയിലൂടെ നേരിട്ട് മദീനത്ത് പോയ ആളാണ്. എന്താ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തില്ല, ബിംബത്തെ ആരാധിച്ചിരുന്ന ആളാണ്. ഈ ബിംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇയാൾക്ക് എന്ത് അശരീരി കിട്ടിയത്. ഇങ്ങനെ ഒരു പ്രവാചകൻ എവിടെ വന്നിട്ടുണ്ട്, യസ്രിബയിൽ വന്നിട്ടുണ്ട്, അഥവാ ഇവരുടെ ഭാഷയിൽ ഹിജാസിൽ വന്നിട്ടുണ്ട് എന്നുള്ള സംഭവം എന്ത് ചെയ്തു, വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം പിന്നീട് അന്ന് വന്ന കച്ചവടക്കാരോടൊക്കെ ബന്ധപ്പെട്ട് മദീനത്തൊന്നും ചില കച്ചവടക്കാരുമായുള്ള സംസാരത്തിൽ നബിയെക്കുറിച്ച് മനസ്സിലാക്കി നബീനെ കാണാൻ പോയ സഹാബിയെ. അന്ന് ഒമാനിന് വേണ്ടി റസൂലുള്ള ദുആ ഇരുന്നിട്ടുണ്ട്, ഒരു ശത്രുവിനും എന്ത് ചെയ്യുക, നാടിനെ കീഴ്പ്പെടുത്തി കൊടുക്കരുത്, അവിടെ എന്ത് ചെയ്യണം, ബർക്കത്തുണ്ടാവണം. ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഒമാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നും ഐശ്വര്യസമ്പന്നമായ ഒരു നാടാണ്. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കടലിൽ നിന്നും ജീവിത വിഭവത്തിൽ നൽകണം എന്നും ആര് ദ്വാരുന്നിട്ടുണ്ട്, റസൂലുള്ള ദ്വാരുന്നിട്ടുണ്ട്. ഒമാനികൾ കൂടുതലും മുക്കുവന്മാരാണ്. ഇഷ്ടംപോലെ എന്ത് ചെയ്യുന്നുണ്ട്, മത്സ്യം ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഇസ്ലാം മത പ്രബോധനത്തിൻ്റെ ഏറ്റവും വലിയ കടിഞ്ഞാണായ ഒരു സഹാബിയാണ്. അന്ന് അവിടെ നിന്ന് നടന്ന് യാത്ര ചെയ്താണ് അദ്ദേഹം എവിടെ എത്തിയത്, റസൂലുള്ളാഹിന്റെ ഇടയ്ക്ക് എത്തിയിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾക്ക് ഉള്ളിലൂടെ പ്രേരണ നൽകുന്ന
അപ്പം എന്ത് ചെയ്തു, ഈ മറ്റേ സഹാബിയായിട്ട് വന്ന ആള് അന്ന് വരെ ആരാധിച്ചിരുന്ന ബിംബത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഇയാൾക്ക് എന്ത് കേൾക്കുന്നത്, അശരീരി കേൾക്കുന്നത്. അപ്പോൾ മലക്ക് വിജയിച്ച ഒരു രംഗമാണ് ആ കണ്ടത്. ശൈത്താനാണെങ്കിൽ അതുണ്ടാവില്ല. ശൈത്താനാണെങ്കിൽ മുഹമ്മദ് നബി കളവാണെന്നേ പറയുള്ളൂ. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, മുഹമ്മദ് നബി ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ അല്ലമീനായിരുന്ന ഇയാൾ കള്ളനാണെന്ന് എന്ത് ചെയ്തു, പിന്നീട് അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. ചെയ്താൻ കള്ളനാണെന്ന് പറയിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വാപ്പയായിട്ടുണ്ടായ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ജന്മസിദ്ധിയായിട്ടുണ്ടായ ശത്രുതയാണ്. കാരണം അന്ന് മുതൽ അവൻ തീരുമാനിച്ചു വെച്ചിരിക്കും നമ്മളെ പഴപ്പിക്കും എന്നുള്ളത്. പാപ്പാൻ ഇമ്മാനെയൊക്കെ തുണി മുണ്ടില്ലാണ്ട് ഓടിച്ചത് അവന് സ്വർഗത്തിൽ നിന്ന്. അങ്ങനെയാ ഉള്ളത്, തിരിഞ്ഞില്ല. ഫസല്ലഹുമ ഷൈത്താനും, ഷൈത്താൻ അവരെ പിഴപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഖുർആൻ ഇവിടെ ഈ പറഞ്ഞ് നമ്മൾ പോകുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പിഴപ്പിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് അവർ രണ്ടുപേരെ തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉരിയാൻഹുമാ ലിബാസുഹുമാ, വസ്ത്രം ഉരിഞ്ഞാൻ വിട്ടത്. പാപ്പാനെ ഇമ്മാനെ സ്വർഗത്തിൽ നിന്ന് തുണി അയച്ച പറഞ്ഞു വിട്ടു. മറ്റേ സ്വർഗീയ വേഷമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇവരെന്ത് ചെയ്തേ, മരത്തിൽ നിന്ന് അങ്ങ് തിന്നപ്പോഴത്തേക്കും തുണിയൊക്കെ അയഞ്ഞു. തുണിയൊക്കെ തന്നെ അയഞ്ഞങ്ങ് പോയി. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്കത് വിഷമമല്ലല്ലോ, കാരണം നമ്മൾ ഈ ഡിജിറ്റൽ ലോകത്തല്ലേ. അപ്പോൾ തുണിയൊക്കെ തന്നെ അയച്ചു പോകണമൊക്കെ നമ്മൾ കാണുമല്ലോ. എന്ന മാതിരി അങ്ങനെ അങ്ങ് അയഞ്ഞങ്ങ് പോയി. പിന്നെ എന്ത് ചെയ്തു, തവിക്ക എസിഫാനിമിൻ വറക്കിൽ ജന്ന, സ്വർഗത്തിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഇല പറിച്ചിട്ടാ പിന്നെ ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒട്ടിക്കാൻ തുടങ്ങി. ആരും എന്താ നാണായിട്ട് നിൽക്കാൻ വയ്യ. അപ്പോൾ വാപ്പാനെമാനെ തുണിയില്ലാണ്ട് ഓടിച്ച ആളാര്, ശൈത്താൻ. എന്നിട്ട് ഈ ശത്രുവിനെയാണ് നമ്മളെന്ത്, നമ്മളെ വാപ്പാനെമാനെയും തുണിയില്ലാതെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി ഓടിക്കാൻ കാരണം ഉണ്ടാക്കിയ ഈ ശത്രുവിനെയാണ് നമ്മൾ നെഞ്ചത്ത് കയറ്റി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. തിരിഞ്ഞില്ല. അവൻ പറഞ്ഞൊക്കെ കേട്ടുകൊണ്ട് അവനക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ഇസ്ലാം പറയുന്നവരൊക്കെ എന്ത് ചെയ്യും, എതിർത്തുകൊണ്ട് അവരെ ഇഷ്ടമല്ല, അവരെ കണ്ണും കൂടാത്ത അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞ ധാരാളം സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയില്ല. അപ്പൊ മുത്തഖീങ്ങളുടെ പരിപാടിയാണ് യുഅ്മിനൂന ബിൽ ഗൈബി, പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് അവർ വിശ്വസിക്കും. വയുഖീമൂന സ്വലാത്ത, അവർ നമസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യും. വമിമ്മാ റസഖ്നാഹും, അവർക്ക് നാം നൽകിയ ഒന്നിൽ നിന്ന് യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുകയും ചെയ്യും. അവർക്ക് നൽകിയിരുന്നിട്ട്, അല്ലാതെ അവരെ സ്വന്തം സ്വത്തൊന്നുമല്ല. ഞാനും നിങ്ങളിവിടെ വരുമ്പോൾ ഒന്നുമില്ലായിരുന്നു, എല്ലാം എന്ത് ചെയ്യാൻ മറ്റേ വെറും കൈവീശിയാണ് ഇവിടെ വന്നത്. നമ്മളിവിടെ ജനിച്ചു വളർന്നു അങ്ങനെ തന്നെയാണ്. നമുക്ക് ആരും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാം തന്നതും നമ്മൾ സമ്പത്തും ഒക്കെ അള്ളാഹു തന്നതാണ്. വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയിരുന്നെന്ന് യുൻഫിഖൂൻ, അവർ ചെലവഴിക്കും. ഇതാണ് ആര്, മുത്തഖീങ്ങൾ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർ. വല്ലദീന, പിന്നെ എങ്ങനത്തെ മുത്തഖീങ്ങളാണ്, യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, അങ്ങയിലേക്ക് ഇറക്കപ്പെട്ട ഒന്നുകൊണ്ട് അവർ വിശ്വസിക്കും. വമാ ഉൻസില മിൻ ഖബലിക, അങ്ങക്ക് മുമ്പുള്ളതിലെ ഒരുത്തരിലേക്ക് ഇറക്കപ്പെട്ടുകൊണ്ട് വിശ്വസിക്കും. എന്നല്ലാതെ ഇവിടെ വന്നപ്പോൾ ഖുർആൻ വിശ്വസിച്ചു, അപ്പോൾ തൗറാത്ത് ശരിയല്ല, ഇഞ്ചീൽ ശരിയല്ല, ഇങ്ങനെ വിശ്വാസം നമുക്കില്ല. ഇഞ്ചീലൊക്കെ ശരിയാ, ഇഞ്ചീൽ ശരിയാണ്, തൗറാത്തും ശരിയാണ്, സബൂറും ശരിയാണ്, 100 ഏടുകളും ശരിയാണ്. പിന്നെ ശരിയല്ലാതെ വന്നത് എന്താ, ഇന്ന് ഇവരെ മാറ്റിമറിക്കപ്പെട്ടതാണ് ശരിയല്ലാതെ വന്നത്. അത് തൗറാത്ത് ശരിയല്ല എന്നുള്ള വിശ്വാസമല്ല, ഇഞ്ചീൽ ശരിയല്ല എന്നുള്ള വിശ്വാസമല്ല. തോറ ഇന്നും നമ്മളുടെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഹിൽപാലസിൽ ചെന്ന് അവിടെയും കാണാം തൗറാത്തിന്റെ പ്രതി അവിടെ ഇരിപ്പുണ്ട്. എവിടെ, കൊച്ചിൻ രാജാക്കന്മാരുടെ തൃപ്പൂണിത്തറയുള്ള ഹിൽപാലസി എന്ന അവിടെ ഉണ്ട് തൗറാത്തിന്റെ പ്രതി. തിരിഞ്ഞില്ല, വേറെ ഒരുന്നിൻ്റെ പ്രതിയില്ല. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, കൊച്ചി രാജാക്കന്മാരെ അവിടെ വച്ചപ്പോൾ എന്ത് ചെയ്തു, അവിടെ ചെന്ന് അവിടെ ആൾക്കാരൊക്കെ കൂടിയപ്പോൾ ഞാനും ഒരു ദിവസം എന്ത് ചെയ്തു, നിർമ്മതിനായി അവിടെ പോകേണ്ടി വന്നപ്പോൾ ഒരിക്കൽ പോയി ചെന്നപ്പോൾ പോയെന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല, കാരണം പുരാവസ്തുവാണത്, കാണാൻ വേണ്ടി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ തൗറാത്ത് കണ്ടപ്പോൾ നമുക്കൊരു വിഷമമായി. കാരണം വാസ്കോഡി ഗാമ എന്ന് പറഞ്ഞാൽ നമുക്കില്ലേ, ചാരിയൊക്കെ നശിപ്പിച്ച് കോഴിക്കോട് മിസ്കാൽ പള്ളിക്ക് എന്ത് ചെയ്യുക, തീ വെച്ച നമുക്ക് അവൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ ഇവനുമായിട്ട് ഈ രാജാവുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ അവൻ കൊണ്ടുവന്ന് ഓർത്തായി തൗറാത്ത്. അതവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ആ തൗറാത്ത് നമുക്ക് വായിക്കാൻ അറിയുമെങ്കിൽ ഇബ്രു ഭാഷയാണ്, അത് ശരിയാണ്, അതിനകത്ത് പറഞ്ഞ ആശയം ശരിയാണ്. പക്ഷേ തൗറാത്തിനും ഇഞ്ചീലിനും പിന്നീട് വന്നവരെന്ത് ചെയ്തു, പല കൂട്ടിക്കടത്തലുകളും നടത്തിയപ്പോഴാണ് അത് ശരിയല്ലെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ബിമാ ഉൻസിലയിലേക്ക്, അങ്ങയിലേക്ക് ഇറക്കി വന്നുകൊണ്ട് അവർ വിശ്വസിക്കും. പിന്നെയോ ഒമാ ഉൻസില മിൻ ഖബലിക, അങ്ങക്ക് മുമ്പുള്ളവരിലേക്ക് ഇറക്കിയത് കൊണ്ടും വിശ്വസിക്കും. വൽ ആഖിറത്ത്, ആഖിറത്തെ കൊണ്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ തന്നെ യൂക്കിനൂൻ, ഉറപ്പിക്കുന്നവരാണ്. അഥവാ ഈ ഒരു ജീവിതമല്ല, ശേഷം എന്തുണ്ട്, അടുത്തൊരു ജീവിതമുണ്ടെന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. അവരാണ് മുത്തഖീങ്ങൾ. ഉലായിക്ക, ഈ വിശേഷണം പറഞ്ഞ അക്കൂട്ടര് അലാ ഹുദം മിൻ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള സന്മാർഗത്തിന്റെ മേലാണ്. ഉലായിക്ക, അക്കൂട്ടര് ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെ വിജയിക്കുകയുള്ളൂ. ആര്, നിസ്കാരം നിലനിർത്തുന്നവര്, അതുപോലെ
അങ്ങയിലേക്ക് ഇറക്കപ്പെട്ട ഒന്നുകൊണ്ട് വിശ്വസിക്കുന്നവര്, അതുപോലെ ആഖിറമുണ്ടെന്ന് വിശ്വസിക്കുന്നവര്, ഇങ്ങനെ മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവര്, ഈ വിശേഷണങ്ങളെല്ലാം ഉള്ള ആളുകൾ ആവുന്നത് അവർ തന്നെ അൽ മുഫ്ലിഹൂൻ ആരാവുന്നു? വിജയികൾ ആവുന്നു. അപ്പോ ഇതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇനിയും അവരുടെ വിശേഷങ്ങളാണ് പറയപ്പെടുന്നത്. ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുത്തക്കിയങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ മുത്തക്കിയാവണമെങ്കിൽ അള്ളാഹു ഇൻ ഔലിയാഹു, സാർ നേരത്തെ പറഞ്ഞത് പറയാം, ഇൻ ഔലിയാഹു ഇന്നൽ മുത്തഖൂൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരല്ല? മുത്തക്കിയങ്ങളല്ലാതെയല്ല. മുത്തക്കിയങ്ങളുടെ പണി എന്താ? അവരിങ്ങനെ കുറേ വസ്ത്രം ധരിച്ച് വേഷം കെട്ടി നടന്നോളൊന്നൊന്നുമില്ല. അങ്ങനെ നടന്നോളൊന്നൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കിയ ചില തെറ്റായ ധാരണകളാണ് ഞാനിപ്പോൾ ഉണ്ട്. അശ്റത്തുൽ മുബശ്ശരിൽപ്പെട്ട ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? മൂപ്പർക്ക് തുണിക്കച്ചവടമായിരുന്നു. ആർക്ക്? അബൂബക്കർ സിദ്ദീഖ് അല്ലേ? ഉമർ ഫാറൂഖ് തങ്ങൾക്ക് ഭയങ്കര പരിപാടികളും ബിസിനസ്സുകളൊക്കെ മൂപ്പർക്കും ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ബിസിനസ്സുകാരനായിരുന്നു. അതേപോലെ തന്നെ എന്ത് അലി ബിൻ അബീ താലിബ് തങ്ങൾ യുദ്ധരംഗത്തൊക്കെയാണ് മൂപ്പരുടെ കൂടുതലും ഉള്ള കാര്യങ്ങൾ. അങ്ങനെ പരിശോധിച്ചാൽ അശ്റത്തുൽ മുബശ്ശരിൽപ്പെട്ട സഹാബിയാണ് ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഭയങ്കര ബിസിനസ്സുകാരൻ. ബിസിനസ്സിൽ കൂടെ കാശുണ്ടാക്കി ഒരിക്കൽ എന്ത് ചെയ്തു? സിറിയയിലേക്ക്, ഷാമിലേക്ക് പോയ ഒരു കച്ചവട സംഘത്തിൽ വന്ന മൊത്തം വരുമാനവും കൂടി ഇസ്ലാമിന് സംഭാവന ചെയ്തപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാമിന് അള്ളാഹ് പറഞ്ഞു വിട്ടത്, അബ്ദുറഹ്മാൻ സലാം പറയണം, സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി പറഞ്ഞോന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെയാ സ്വർഗം കിട്ടിയത്. അപ്പൊ അത്രയും വലിയ ബിസിനസ്സുകാരാണ് ആര്? പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ അവരുടെ തഖ്വയ്ക്ക് കേട് വന്നു. ഈ ഉമ്മത്തിലെ ഏറ്റവും ഒന്നാം നമ്പർ ഔലിയ ആരാ? അബൂബക്കർ സിദ്ദീഖ് എന്താ? മൂപ്പര് കച്ചവടത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അധികാരം ഏറ്റെടുത്തിട്ട് പിന്നെയും കച്ചവടത്തിന് പോയതാ. ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞതാ, നിങ്ങൾ പോയാൽ ഈ ഇത് താഴെയൊന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുത്തക്കിയാവണമെങ്കിൽ ഏതെങ്കിലും പള്ളിക്കുള്ളിൽ കയറി നിന്ന് കുറെ താടിയൊക്കെ നീട്ടി വളർത്തി കുറെ എന്ത് ചെയ്യണമോ ചീഞ്ഞറിഞ്ഞ വസ്ത്രം ധരിക്കണമെന്നൊന്നല്ല അതിനർത്ഥം. അപ്പൊ മുത്തക്കി ആവാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? നിസ്കാരം സമയത്തിന് 5 സമയങ്ങൾ കറക്റ്റ് നിസ്കരിക്കാം. ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ചെയ്യുക? നമുക്ക് അള്ളാഹു നൽകിയതിൽ നിന്നിട്ട് നമ്മൾ ചെലവഴിക്കുക. ഖുർആൻ എന്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അത് മൊത്തവും സത്യമാണെന്ന് വിശ്വസിക്കുക. നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, പല ആശയങ്ങളും മനസ്സിലാവാത്തതുണ്ടായിരിക്കും. പക്ഷെ അത് വിശ്വസിക്കുക. ഇങ്ങനെ വിശ്വസിക്കുകയുമൊപ്പം പിന്നെന്ത് ചെയ്യുന്നു? നമ്മളുടെ ഈ ഖുർആൻ സത്യമാണ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. തൗറാത്തും ഇഞ്ചീലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഇങ്ങനെ തുടങ്ങി എല്ലാം വിശ്വസിച്ച് ആ കൂട്ടർക്കാണ് ആരെന്ന് പറഞ്ഞത്? മുത്തഖീങ്ങൾ പറഞ്ഞു. ഇവരെ വിജയിക്കുകയുള്ളൂ, അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? പരാജയ. അപ്പൊ ഇന്ന് നമുക്ക് അത്രയും മതി. ഞാൻ ഓതിയതൊന്നോട് ഓതാം, നിങ്ങളത് ഓർത്തൊന്ന് നോക്കിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. അതിൽ ലാ റൈബ ഫീഹിൽ അവിടെ 2-3 കുത്തി കൊടുത്തതാണ് ഞാൻ പറഞ്ഞത്. ലാ റൈബ് എന്ന് നിർത്തുകയാണെങ്കിൽ പിന്നെ ഫീഹിൽ നിർത്തരുത്, അല്ലെങ്കിൽ ഫീഹിൽ നിർത്തുകയാണെങ്കിൽ ലാ റൈബിൽ നിർത്തരുത്. രണ്ടാം സ്ഥലത്തെ നിർത്താവൂ എന്നാണ് ആ അടയാളത്തിന്റെ അർത്ഥം കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ-റഹീമായ അല്ലാഹ്, ഞങ്ങളോട് ഒരുമിച്ച് കൂടി ഇത്രയും നേരം നിന്റെ കലാമിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച് ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. അതിൽ നിന്ന് മനസ്സിലാക്കി ഇൽമനുസരിച്ച് മുന്നോട്ട് പോകാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സമ്പൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ റമദാൻ ഇനി കുറഞ്ഞ ടൈമുകൾ മാത്രമാണ് ഞങ്ങൾ ശേഷിക്കുന്നത്. 6 ദിവസം ഇപ്പോൾ തന്നെ ആയി. നിമിഷങ്ങളെ കൊണ്ട് ഇത് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോകും. ഉറക്കിക്കളയാതെ, ക്ഷീണിതരാക്കി കളയാതെ പടച്ചവനെ കഴിവിൻ്റെ പരമാവധി ഓരോ സെക്കൻഡുകളും ഒരു ദിക്ർ കൊണ്ടെങ്കിലും, ഒരു സലാത്ത് കൊണ്ടെങ്കിലും, ഒരു ആയത്ത് കൊണ്ടെങ്കിലും ജോലിയാകാൻ നീ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ സർവ്വരെയും, സർവ്വ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെയും
ഈ മസ്ജിദിന്റെ കാമ്പൗണ്ടിൽ അടയിൽ കിടക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെയും എല്ലാ റമദാനിന്റെ ഓരോ രാവുകളിലും ധാരാളം ആളുകൾക്ക് നീ നരകമോചനം നൽകി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും എല്ലാവിധ ദോഷങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും ഇരുലോക വിജയികളിലും അതുപോലെ സ്വർഗത്തിന്റെ അവകാശികളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ നിന്നിട്ടുള്ള രോഗികളുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ഈ കഠിന ചൂടിലും ഈ റമദാനിലെ ഏത്തിക്കാഫിന്റെ നെയ്യത്തോടെ ഈ മസ്ജിദില് ഇൽമു പഠിക്കാൻ വേണ്ടി അല്പസമയം ഇരുന്ന ഈ ആളുകൾക്കെല്ലാം അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ. ഒരിക്കലും ഓരോ നന്മയിൽ നിന്ന് അതിനൊരിക്കലും നിഷേധിക്കരുത് റഹ്മാനെ. ആമീൻ ബി അൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمنا يا ارحم الراحمين. اللهم ارحمنا يا ارحم الراحمين. اللهم ارحمنا يا ارحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.